ദൈവവഴിയിൽ മുന്നോട്ട് നടത്തുവാൻ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുവാനായിട്ട് അഭിനന്ദ തിരുമേനിയെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ അഭിനന്ദ തിരുമേനിയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള നല്ല നേതൃത്വത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ അഭിനന്ദ തിരുമേനി സംസാരിക്കുന്നതായിട്ടുള്ള വാക്കുകളിലൂടെ ദൈവകൃപ അനുഭവിപ്പാൻ, ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഇടവകയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സിബിയച്ചന് വേണ്ടി, സജഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നല്ലോ ആ വലിയ ദയക്കായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവെ, കാലാകാലങ്ങളിൽ ഇടവകയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് അങ്ങ് തെരഞ്ഞെടുത്ത പ്രിയപ്പെട്ട എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവക ചുമതലക്കാർ, പ്രയർ ഗ്രൂപ്പ് ഭാരവാഹികൾ, സംഘടനകളുടെ ചുമതലക്കാർ എല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നിന്റെ കൃപയും സാന്നിധ്യവും നൽകി നീ ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഓരോ സ്ഥാനങ്ങളിലാക്കിയിരിക്കുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല ശുശ്രൂഷകൾ ചെയ്യുവാൻ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന പ്രയർ ഗ്രൂപ്പിന്, സംഘടനകൾക്ക്, ഇടവകയ്ക്കൊക്കെയും അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ നീ ഞങ്ങളെ ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഇടവകയിലുള്ള ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, മാതാപിതാക്കൾ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, രോഗത്തിലൂടെ കടന്നു പോകുന്നവർ, വിവിധ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്ന എല്ലാവരോടും മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാനും മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു ബലം ലഭ്യമാകുവാനും നീ ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. ഇന്നത്തെ പ്രോഗ്രാമിൽ ആദ്യോടന്തം ദൈവകൃപ കൂടെ ഇരുന്നാട്ട് മാനവും മഹത്വവും കർത്താവിന് സകലവും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. Song Sharjah Marthoma Church Choir. Biju, audio ഇല്ല. ക്ലോസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ സൗണ്ട് ഇട്ടാ.
Bible reading, Shibu Thomas. ഇന്നത്തെ പാഠഭാഗമായിട്ട് പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 18 വേഴ്സസ് 18 to 24. അതിനെ മോശയുടെ അമ്മായിയപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല. നീയും നിന്നോടുകൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു. ഏകനായി അത് നിവർത്തിപ്പിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല. ആകയാൽ എന്റെ വാക്ക് കേൾക്ക. ഞാനൊരു ആലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോടുകൂടെ ഇരിക്കും. നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്ക. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കാം. അവർ എല്ലാ സമയത്തും ജനത്തെ ന്യായം വിധിക്കട്ടെ. വലിയ കാര്യമൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. ചെറിയ കാര്യങ്ങളൊക്കെയും അവർ തന്നെ തീർക്കട്ടെ. ഇങ്ങനെ അവർ നിന്നോടുകൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും. ഈ കാര്യം ചെയ്യുകയും ദൈവം ഇത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്നു പൊറുക്കാം. ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുകയുമാകാം. മോശെ തന്റെ അമ്മായിയപ്പന്റെ വാക്ക് കേട്ട് അവൻ പറഞ്ഞതുപോലെ ഒക്കെയും ചെയ്തു. ഇപ്രകാരം വേദപാഠം അവസാനിച്ചു. സ്വാഗതം മിസ്റ്റർ സാം ചെറിയാൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് സഫർഗൻ മെത്രാപ്പോലിത്ത, ആദരണീയരായ CB അച്ഛൻ, ജോബി അച്ഛൻ, സജീഷ് അച്ഛൻ, ഇടവക ചുമതലക്കാർ, കൈസാന സമിതി അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, ഏറിയ ഭാരവാഹികൾ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. മർത്തബ സഭയുടെ സഫർഗൻ മെത്രാപ്പോലിത്തയായി നിയമിതനായ അഭിമന്യ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് തിരുമേനിയെ നമ്മുടെ ആശംസകളും അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുന്നതോടൊപ്പം ഷാർജ മർത്തമ ഇടവകയുടെ 2020-21 വർഷത്തെ ലീഡേഴ്സ് റീട്രീറ്റ് ഈ തരത്തിൽ സൂമിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏവരെയും ശ്രദ്ധാപൂർവം കാണുന്നുവല്ലോ. മുൻ വർഷങ്ങളിലെ പോലെ അല്ലെങ്കിൽ മുൻഗാമികളെ പോലെയോ ഉള്ള സാഹചര്യങ്ങളല്ല നിലവിൽ നിന്ന് നമ്മൾക്കുള്ളത്. പരിമിതികളുടെ നടുവിലും സർവശക്തന്റെ കൃപയാൽ നമ്മുടെ ഇടവകയുടെ നേതൃത്വത്തിൽ ഇടവകയിലും നമ്മുടെ ചുറ്റുപാടിലുമുള്ള പ്രതിസന്ധിയിലായിരുന്ന അനേകർക്ക് താങ്ങും തണലുമാകുവാൻ ഷാർജ മർത്തോമ ഇടവകയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന നമ്മുടെ ഇടവകയ്ക്ക് ഈ പ്രവർത്തന വർഷത്തെ പ്രോഗ്രാമുകളോ ബഡ്ജറ്റോ ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സഭാ നേതൃത്വത്തിന്റെ സഹായത്താൽ സഹായത്തോടു കൂടി ഈ COVID-19 പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സമയം 2 ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ക്രമീകരിച്ച് അർഹരായവരെ സഹായിക്കുവാൻ പ്രാപ്തരായവരെ കണ്ടെത്തി ഏകദേശം 350ഓളം പ്രവാസി സുഹൃത്തുക്കളെ നാട്ടിലെത്തിക്കുവാൻ ഷാർജ മർത്തോമ ഇടവകയ്ക്ക് കഴിഞ്ഞു. ഇടവകയുടെ നിലനിൽപ്പിന് നമ്മുടെ ആത്മാർത്ഥമായ പ്രവർത്തനം വളരെയധികം ആവശ്യമാണ്. പൊതുവിൽ കാണുന്ന ഒരു പ്രവണതയെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ അതിൻ്റെ മാത്രം വക്താക്കളാകാൻ ശ്രമിക്കരുത്. സമുദ്രത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് തിരകൾക്ക് ശക്തി ഉണ്ടാകുന്നത്. കാലങ്ങളായി അനേകായിരങ്ങളുടെ പ്രാർത്ഥനയും അധ്വാനവും ആണ് ഈ ഇടവകയുടെ ആത്മാവ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് ഷാർജ മർത്തോമ ഇടവകയുടെ വികാരിയും പ്രസിഡന്റുമായ റവറൻഡ് CB T. മാത്യൂസ് അച്ഛൻ.
ഈ പ്രതിസന്ധിയുടെ കാലയളവിൽ ഈ മഹാ ഇടവകയെ നയിക്കുവാൻ അച്ഛനെ ഇവിടെ ഒരുക്കിയത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാപകൽ കർമ്മനിരതനായ അച്ഛൻ COVID-19 നിയന്ത്രണത്തിന്റെ സമയത്ത് പോലും തൻ്റെ സാന്നിധ്യം ആവശ്യമായെന്ന് മനസ്സിലാക്കിയ 3 മുതൽ 5 വരെയുള്ള വ്യക്തികളെ നിത്യം കാണുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വൈവിധ്യങ്ങളുടെ അരങ്ങായ ഈ ഇടവകയെ നയിക്കുവാൻ സർവശക്തൻ അച്ഛന് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ, പ്രാപ്തനാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറ്റവും ബഹുമാനത്തോടു കൂടി അച്ഛനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലങ്കര മാർത്തോമാ സഭാവർഗൻ മെത്രാപ്പോലീത്തയായി നിയമിതനായി അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് തിരുമേനി മാർത്തോമാ സഭയിൽ മാത്രമല്ല മലങ്കരയിലെ ഇതര സഭാ നേതൃത്വത്തിലുള്ള തിരുമേനിമാരിൽ ഏറ്റവും വിനയാതുരനാണ്. ഇന്ന് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാലത്ത് ബൈബിൾ വാക്യങ്ങളിൽ പറയുന്നത് പോലെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ പ്രവർത്തിക്കാനാണ് തിരുമേനിക്ക് ഇഷ്ടം. തിരുമേനിയെ കുറിച്ച് ഇടവകയായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു പ്രസന്റേഷൻ ഉള്ളത് കൊണ്ട് അതിന്റെ സസ്പെൻസ് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഷാർജ ഇടവകയുടെ അപേക്ഷ മാനിച്ച ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന തിരുമേനിയെ ഷാർജ ഇടവകയിലെ എല്ലാ അംഗങ്ങളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഏറ്റവും ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇടവകയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിലും എൻ്റെ വ്യക്തിപരമായ ഒരു അപേക്ഷ ഇതോടൊപ്പം തിരുമേനിയെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. യാത്രാ നിയന്ത്രണങ്ങൾ അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ ഇടവക സന്ദർശിക്കുവാൻ അവിടുന്ന് മനസ്സ് കാണിക്കുകയും അതിനു മുമ്പ് തന്നെ ഇടവകയിലെ എല്ലാ ജനങ്ങൾക്കും അങ്ങയുമായി സംവാദിക്കുവാൻ ഒരു സ്വീം മീറ്റിംഗിൽ അദ്ദേഹം തിരുമേനി എത്തുകയും ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് സ്വാഗതം ആശംസിക്കാനുള്ളത് ഷാർജ മർത്തോമാ ഇടവകയുടെ സഹവികാരിയും ഏറ്റവും പ്രിയപ്പെട്ട ജോയി തോമസ് ശാമുവേൽ അച്ഛനെയാണ്. തിരുമേനിയെ പോലെ തന്നെ നിശബ്ദ സേവനത്തിന്റെ വക്താവാണ് പ്രിയപ്പെട്ട അച്ഛൻ. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ അച്ഛന്റെ സാന്നിധ്യം ഏറ്റവും അനുഗ്രഹപ്രദമാണ്. ആത്മീയ സത്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ ഒരു സ്നാപക യോഹന്നാന്റെ ഭാവങ്ങൾ പലപ്പോഴും അച്ഛനിൽ കാണുവാൻ കഴിയും. വളരെ പൊരുത്തത്തോടുകൂടി അച്ഛന്മാർ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ. ഈ ഇടവകയുടെ കരുത്തായ പ്രിയ ജോബി അച്ഛനെ ഏറ്റവും ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ ശക്തി സ്രോതസ്സായ നമ്മളുടെ യൂത്ത് ചാപ്ലിൻ റെവറൻ സജീഷ് മാത്യു അച്ഛനെ ഈ കോവിഡ് കാലയളവിൽ 24 മണിക്കൂറും കർമ്മനിരതനായിരുന്നു. യുവജനങ്ങളെയും കുട്ടികളെയും തൻ്റെ ഓരത്ത് നിർത്തി യുവയിലെ എല്ലാ സഭാവിശ്വാസികൾക്കും പ്രിയപ്പെട്ടവനായി യുവയിൽ അറിയപ്പെടുന്ന ഒരു യൂത്ത് ചാപ്ലിനാണ് പ്രിയപ്പെട്ട സജീഷ് അച്ഛൻ. സംഗീത പ്രേമി കൂടിയായ ഈ ഇടയ ശ്രേഷ്ഠനെ ഏറ്റവും ബഹുമാനത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2020-21 പ്രവർത്തന വർഷത്തെ ഇടവക ചുമതലക്കാർ നിശബ്ദമായ സേവനത്തിന്റെ വക്താക്കളാണ്. ആ മതിലുകൾക്കുള്ളിൽ, ആ മുറിക്കുള്ളിൽ എല്ലാ ദിവസവും അവർ വരികയും നിശബ്ദമായ സേവനങ്ങൾ കൂടി മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. പള്ളി അടഞ്ഞു കിടക്കുമ്പോഴും ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കേണ്ട ഇടവകയുടെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വളരെ കൺസേൺ ആയിട്ടുള്ള എല്ലാ അംഗങ്ങളെയും എല്ലാ വ്യക്തികളെയും കാണുന്നതിനും ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട ചുമതലകൾ നിർവഹിക്കുന്നതിനും ബാങ്കുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങൾ നടത്തുന്നതിനും എല്ലാം വളരെ നിശബ്ദ സേവനങ്ങൾ അവർ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ആത്മീയ നേതൃത്വം വഹിക്കുന്ന അൽമായന്മാർ ഏറ്റവും പ്രിയപ്പെട്ടവരും പ്രഗത്ഭരായിട്ടുള്ളവരെ സൂം മീറ്റിങ്ങുകളിൽ എത്തിച്ച് ഇടവകയുടെ ആത്മീയ കാര്യങ്ങളിൽ ശക്തമായ നിയന്ത്രണങ്ങൾ വരുത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നു. ഈ ഇടവകയുടെ കൈസാന സമിതി അംഗങ്ങൾ ഈ ഇടവകയുടെ നട്ടെല്ലാണ്. വിവിധങ്ങളായിട്ടുള്ള കഴിവുകളുള്ളവർ, അനുഭവ സമ്പത്തുള്ളവർ, ഏകദേശം 40ഓളം അടുത്ത് വരുന്ന അംഗങ്ങൾ.
ഒരു പുറത്തുള്ള ആൾക്കാരുടെയും സഹായ സഹകരണങ്ങൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് ഒന്നും തന്നെ ആവശ്യമില്ലാതെ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അറിവുകളും പരിജ്ഞാനങ്ങളും ഇടവകയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഇടവകയുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന പൈസാന സമിതി അംഗങ്ങളെ ഏറ്റവും ബഹുമാനത്തോടു കൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2020-21 പ്രവർത്തന വർഷത്തിലെ സംഘടനാ ഭാരവാഹികൾ അവർ ഈ ഇടവകയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. തലമുറയിലേക്ക് നമ്മളുടെ പാരമ്പര്യങ്ങളെ പകർന്നു തരുന്ന സീനിയർ സിറ്റിസൺ ഫോറം, ആത്മീയ അടിത്തറയായ പാരിഷ് മിഷൻ, ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ കുടുംബങ്ങളെയും സ്ത്രീജനങ്ങളെയും യുവതികളെയും ഒരുക്കുന്നതിൽ വളരെ മുഖ്യമായ പങ്ക് വഹിക്കുന്ന സേവ്യ സംഘം, നമ്മളുടെ യുവജന സഖ്യം, ഒരു യുവജന സഖ്യത്തിന്റെ ശക്തി ആ ഇടവകയുടെ ആസ്തിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ശക്തരായ യുവജനങ്ങൾ, യൗവനത്തിന്റെ കൂട്ടായ്മയായ യൂത്ത് ഫെലോഷിപ്പ്, സംഗീതത്തിന്റെ മാറ്റലുകളുമായി സംഗീത ചക്രവർത്തിമാരായ നമ്മുടെ കോയർ, മാർത്തോമാ സഭയുടെ തന്നെ ഏറ്റവും വലിയ സൺഡേ സ്കൂൾ, വിവിധങ്ങളായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളായി ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നു. അതിൻ്റെ സാരഥികളായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളേവരെയും വളരെയധികം സ്നേഹത്തോടു കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് 2020-21 വർഷത്തിലെ റിയൽ ഹീറോസ് ആണ് നമ്മളുടെ ഏരിയ ഭാരവാഹികൾ. I am so proud of all of you because ഒരു ഫോൺ കോളിൽ നിന്ന് ലഭിക്കുന്ന സങ്കടങ്ങൾ, ഒരു കതവിന് മുട്ടി വിളിക്കുമ്പോൾ തുറന്നു കേൾക്കുന്ന കരച്ചിലുകൾ അവരുടേതാക്കി മാറ്റി ആരുടെ മുമ്പിലും കൈനീട്ടി അവരെ ഏതു തരത്തിലും സഹായിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന ആർജവം ഏറ്റവും ശ്ലാഘനീയമാണ്. ഈ ഇടവകയുടെ പ്രാണവായുവാണ് നിങ്ങൾ. ഏറ്റവും താഴത്തെ തട്ടിലുള്ളവരെ കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങളോട് ഏറ്റവും അനുഭാവപൂർവ്വം പ്രവർത്തിക്കുന്ന നിങ്ങളോട് വളരെ കടപ്പാടുണ്ട് ഇടവകയ്ക്ക്. ഞാൻ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. ഇന്ന് ഇടവകയുടെ ചുമതലയിലായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരു അനുഭവം ഉണ്ടാകാൻ അല്ലെ ചിന്തകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇടവക നേതൃത്വത്തിലിരിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സംതൃപ്തിയേക്കാൾ ഏരിയയിൽ പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ അംഗങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഈ യോഗത്തിലേക്ക് അഭിമന്യ തിരുമേനി സംബന്ധിക്കുന്ന ഈ യോഗത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അഭിമന്യ തിരുമേനിയും വൈദിക ശ്രേഷ്ഠരും ബൈബിളിൽ പാണ്ഡിത്യമുള്ള നിങ്ങൾ ഓരോരുത്തരും ഉള്ളപ്പോൾ കൂടുതൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബൈബിളിൽ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ 4-ാം ലേഖനത്തിന്റെ അവസാന വാക്ക് 4:32, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിമന്യ ഡോക്ടർ ഗീവറീസ് മാർ തിയോഡോഷ്യസ് സഭ്രൻ മെത്രാപ്പൊലീത്ത തിരുമേനി, പ്രിയപ്പെട്ട ജോബി തോമസ് സാമുവേൽ അച്ഛൻ, സ്നേഹം നിറഞ്ഞ സജേഷ് മാത്യു അച്ഛൻ, ഷാർജ മാർത്തോമ ഇടവക ചുമതലക്കാർ, കൈസാൻ സമിതി അംഗങ്ങൾ, സംഘടന ചുമതലക്കാർ, ഏരിയ ചുമതലക്കാർ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ
സ്നേഹവന്ദനം. പതിവിന് വിരുദ്ധമായി ഈ പ്രതിസന്ധിയുടെ കാലത്ത് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ വർഷവും ഷാർജ മാർത്തോമ ഇടവകയുടെ റിട്രീറ്റ് ഇത്തരത്തിൽ ക്രമീകരിക്കുന്നതിന് ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വർഷത്തെ നമ്മളുടെ റിട്രീറ്റിന് നമുക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനും മാർത്തോമ സഭയുടെ നവാഭിഷിക്തൻ അഭിവന്യ ഡോക്ടർ ഗിവറീസ് മാർ തിയോഡോഷ്യസ് സഭ്രൻ മെത്രാപ്പൊലീത്ത തിരുമേനിയാകുന്നു എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന അനുഭവമാകുന്നു. ആത്മീയതയിൽ പുലർത്തുന്ന അനുകരണീയമായ ശൈലിയും ഏറ്റെടുക്കുന്ന ശുശ്രൂഷയിൽ പുലർത്തുന്ന അതുല്യമായ കാര്യപ്രാപ്തിയും ക്രിസ്തു മാതൃകയെ പിൻപറ്റുന്ന നിസ്സീമമായ മനുഷ്യ സ്നേഹവും കർമ്മമേഖലയിലെ കൃത്യത എന്നിവ മറ്റ് ആത്മീയ ഗുരുക്കന്മാരിൽ നിന്ന് സഭ്രൻ മെത്രാപ്പൊലീത്ത തിരുമേനിയെ വേറിട്ട് നിർത്തുന്നു. മാർത്തോമാ സഭയിലെ 4 വ്യാഴവട്ടക്കാലത്തെ ആത്മീയ ശുശ്രൂഷയിൽ നിന്ന് നേടിയ അനുഭവ സമ്പത്ത്, വൈവിധ്യമാർന്ന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാൻ തിരുമേനി പ്രദർശിപ്പിച്ച കാര്യശേഷി തിരുമേനിയുടെ കർമ്മപാതയിൽ തുടർന്നും പ്രകാശമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. 21ാം നൂറ്റാണ്ടിലെ സഭയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിപ്പാനുള്ള പ്രാപ്തിയും പാഠവും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ വാക്കുകൾ പോലെ ഒരു മുളന്തണ്ടിൽ സുഷിരങ്ങളായി ഒരു ഓടക്കുഴൽ മാറുമ്പോൾ അതിൽ നൊമ്പരങ്ങളുടെയും സന്തോഷങ്ങളുടെയും സമൃദ്ധിയുടെയും ശ്രുതിമധുരമായ ഒരു ഗാനം ഈ സമൂഹത്തിന് ഉയർത്തി തരുവാൻ അഭിമന്യ തിരുമേനിയുടെ നാളുകൾ ഈ സഭയ്ക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ അധ്യക്ഷ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കട്ടെ. വിശ്വാസികളുടെ കൂട്ടമാണ് സഭ. വിളിച്ച് വേർതിരിക്കപ്പെട്ട സമൂഹമാണ് ഇടവക. ചർച്ച് is the sign and sacrament of kingdom of God. സഭ ദൈവരാജ്യത്തിന്റെ കൂദാശയും അടയാളവുമാണ്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് കാലം ചെയ്ത യൂഹാനോൻ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയോട് ചോദിച്ചു, വാട്ട് ഈസ് ദ യൂണിക്നെസ് ഓഫ് മാർത്തോമ ചർച്ച്? ഒറ്റ വാക്കിൽ ഉത്തരം, ഓപ്പൺ ബൈബിൾ. അതെ, മാർത്തോമ സഭയുടെ ഊർജവും തേജസ്സും എന്നും വേദപുസ്തകത്തിലൂടെ ആർജിച്ച് എടുത്തതാകുന്നു. റിട്രീറ്റ് എന്താണ് അതിന്റെ അർത്ഥം? ഫൈൻഡ് ഔട്ട് യുവർ സ്പേസ്. മാറി നിന്ന് നിങ്ങളെ വീക്ഷിക്കുക, നമ്മിലുള്ള ഏറ്റവും ബെസ്റ്റ് കണ്ടെത്തുക. ആരുടെ മധ്യത്തിലാണ് നമ്മുടെ ശുശ്രൂഷകൾ? നാം ആർക്കു വേണ്ടിയാണ് ശുശ്രൂഷിക്കുന്നത്? എവിടെയാണ് നാം ശുശ്രൂഷിക്കുന്നത്? എങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത്? മനുഷ്യൻ തന്റെ ജീവിത പ്രതിസന്ധികളിൽ അഭയം തേടുന്ന ഇടമാണ് ദേവാലയം. മുറിവ് ഉണക്കാനും സ്വാന്തനം അനുഭവിപ്പാനും ഒരുവൻ തേടിയെത്തുന്ന ഇടമാണ് ദേവാലയം. പ്രതീക്ഷയുള്ള ഏതൊരു മനുഷ്യന്റെയും ഒടുവിലത്തെ അഭയകേന്ദ്രമാണ് ദേവാലയം. നാം ഇന്ന് പാഠഭാഗമായി വായിച്ചു കേട്ട പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ മോശയുടെ അമ്മായിപ്പൻ ഇത്രോ മോശയ്ക്ക് നൽകുന്ന ഉപദേശം നാം വായിച്ചു കേട്ടുവല്ലോ. ദൈവ ഭക്തൻ, സത്യവാൻ, ദുരാദായം വെറുക്കുന്നവൻ, പ്രാപ്തിയുള്ളവൻ. ഒരുപക്ഷെങ്കിൽ ആദ്യത്തെ കൈസ്ഥാന സമിതി എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അക്കമിട്ട് ഇത്രോ മോശയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ് നാം വായിച്ചു കേട്ടത്. ദൈവ ഭക്തൻ. 12-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഒരു നിലവിളിയോടുകൂടിയാണ് ഭക്തന്റെ. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, മനുഷ്യപുത്രന്മാരിൽ വിശ്വസ്തന്മാർ കുറഞ്ഞു വരുന്നു. ദൈവ ഭയം. വാട്ട് ഈസ് ഫിയർ ഓഫ് ഗോഡ്? ഇറ്റ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഈസ് റെസ്പെക്ട് ആൻഡ് റെവറൻസ് ഓഫ് ഗോഡ്. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്ന ഭയമാണ്. ഇന്ന് ധാരാളം
ഡിവോട്ടീസ് ഭക്തന്മാർ വർദ്ധിച്ചു വരുന്നു. എന്നാൽ ഡിസൈപ്പിൾസ് ശിഷ്യന്മാർ കുറഞ്ഞു വരുന്നു. വീണ്ടും നാം കാണുന്നു സത്യവാനായിരിക്കണം, സത്യത്തിന്റെ വഴി സഞ്ചരിക്കുന്നവൻ എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പറയുന്ന വാക്കിനോട് ഒരാൾ പുലർത്തുന്ന വിശ്വാസ്യതയാണ് അയാളുടെ വിശ്വാസം അളക്കുവാനുള്ള മാനദണ്ഡം. ഇബ്താഹ് തന്റെ ജീവിതത്തിൽ അത് നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വാക്ക് ഒരാളെ മുറിപ്പെടുത്തും പോലെ മറ്റൊന്നും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നില്ല. ടോൺ ഓഫ് ദ വേർഡ് ഈസ് ട്രാൻസ്ഫോം ദ വേൾഡ്. 3 നാം അവിടെ കാണുന്നു, ദുരാദായം വെറുക്കുന്നവനായിരിക്കണം. ദാനിയേൽ തന്റെ ജീവിതം ദൈവമുമ്പാകെ ചില നിലപാടുകളിൽ ഉറച്ചു നിർത്തുന്നതിന് ശ്രദ്ധിച്ചു. നേരിന്റെ വഴി അവൻ നിന്നു. നശിച്ചു പോകുന്ന നിധികൾ തേടുന്നതിനേക്കാളും വിശ്വസ്തമായത് നിലനിർത്തുവാൻ അവൻ ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടി വന്നു. താൽക്കാലിക നേട്ടങ്ങൾക്ക് മുമ്പിൽ ഒഴുകി വരുന്ന ജലം പോലെയാണ് പണം. പണം ഒഴുകി വരുമ്പോൾ ദൈവിക മൂല്യങ്ങൾ അടിയറവ് അവൻ വെക്കുന്നില്ല. അവസാനമായി പ്രാപ്തിയുള്ളവർ ആയിരിക്കണം. പ്രഭാഷണം കഴിഞ്ഞ് തന്റെ മുൻപിൽ വിശന്നിരിക്കുന്ന ജനസമൂഹത്തെ കണ്ട കർത്താവ് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറയുമ്പോൾ മരുഭൂമിയിൽ അസാധ്യമെന്ന് ശിഷ്യന്മാർ പറഞ്ഞുവെങ്കിലും അന്ത്രയോസിലെ സാധ്യതയെ ക്രിസ്തു കണ്ടെത്തി. ചെറുബാലനിൽ 5 അപ്പവും 2 മീനും കണ്ടെത്തുവാൻ സാധ്യമായത് അതൊരു മുഖാന്തരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രാപ്തി, God will trust us and God will test us. We are accountable to God. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പാരീസിലെ കാത്തോലിക്ക സെമിനാരിയുടെ അടുക്കളയിൽ ഒരു കുശിനിക്കാരനായിരുന്നു ലോറൻസ്. ലോറൻസിന്റെ പ്രാർത്ഥന ലോക പ്രശസ്തി ആർജിച്ചു. തൃശൂർ രാമകൃഷ്ണാശ്രമം സർവേശ്വര സന്നിധിയിൽ എന്ന പേരിൽ ഈ പ്രാർത്ഥന വിവർത്തനം ചെയ്തു. ലോറൻസ് എല്ലാ ദിനവും തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു: ഒരു പാത്രം പോലെ എന്നെ നീ ശുദ്ധീകരിക്കണമേ, എന്നെ നീ കഴുകണമേ. അപ്പം പാകപ്പെടുന്നത് പോലെ എന്നെ നീ പാകപ്പെടുത്തണമേ. ഒരു ഭാഗം മാത്രം വെന്ത് പ്രയോജനം ഇല്ലാത്തതുപോലെ ഞാനും ആകാതിരിപ്പാൻ എന്റെ ജീവിതത്തിന്റെ 2 വശങ്ങളെയും നീ രൂപാന്തരപ്പെടുത്തണമേ. ഈ ഭക്ഷണം എപ്രകാരം അനേകരുടെ വിശപ്പിന് തൃപ്തി വരുത്തുന്നുവോ അതുപോലെ എന്റെ ജീവിതം അനേകർക്ക് തൃപ്തി വരുത്തുവാൻ ഇടയാക്കണമേ. ഷാർജ മാർത്തോമ ഇടവകയുടെ ഈ ഇടവക കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ ഈ നാളുകൾ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം, രുചി പകരാം. ഈ ദേശത്തിന് ഉപ്പും വെളിച്ചവുമായി ഈ പുതുവർഷം നമുക്ക് പ്രവർത്തിക്കാം. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ അഭിമന്യ ഡോക്ടർ ഗീവറീസ് മാർ തിയോഡോഷ്യസ് സഭറൻ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇടവക സെക്രട്ടറി സുജിത് മോൻ കെ ചാപ്പോ ഇപ്പോൾ ആശംസാ വാക്കുകൾ പറയുകയും തുടർന്ന് ക്രമീകരിച്ചിരിക്കുന്ന ലഘു വീഡിയോ പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഏറെ ആദരണീയനായ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സഫറൻ മെത്രാപ്പൊലീത്ത റവറൻ ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് സഫറൻ മെത്രാപ്പൊലീത്ത, ഷാർജ മാർത്തോമ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട റവറൻ CBT മാത്യൂസ്, പ്രിയപ്പെട്ട റവറൻ ജോബി തോമസ് സാമുവൽ, യൂത്ത് ചാപ്ലെയിൻ റവറൻ സജേഷ് മാത്യൂസ്, ഇടവക ചുമതലക്കാർ, കൈസാൻ സമിതി അംഗങ്ങൾ, ഇടവകയിലെ വിവിധ സംഘടനകളുടെയും ഏരിയ പ്രയർ ഗ്രൂപ്പ് ഭാരവാഹികൾ, നിങ്ങൾക്ക് ഏവർക്കും
ക്രിസ്തയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഷാർജ മാർത്തോമ ഇടവകയെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു സുദിനമാകുന്നുവല്ലോ ഇന്ന്. സമാനതകളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോഴും ഇടവകയായി ഈ ദേശത്ത് നമ്മെ നിലനിർത്തുന്ന ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വർഷവും നാം ഇടവകയായി ലീഡേഴ്സ് റിട്രീറ്റ് ക്രമീകരിക്കാറുള്ളതാണല്ലോ. നിലനിൽക്കുന്ന സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓൺലൈനായി എങ്കിലും ഇപ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിക്കണമെന്ന് കൈസാന സമിതിയായി തീരുമാനിക്കുകയും ആയതിലേക്ക് മുഖ്യ അതിഥിയായി നമുക്ക് പ്രിയപ്പെട്ട സഫർഗൻ മെത്രാപ്പോലിത്തായ തിരുമേനിയെ തന്നെ ലഭിക്കുകയും ചെയ്തു എന്നത് ഏറെ സന്തോഷകരമാകുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സഫർഗൻ മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ശേഷം ആദ്യമായി അഭിമന്യ തിരുമേനി നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈ അവസരത്തിൽ ഷാർജ മാർത്തോമ ഇടവകയുടെ ആശംസകൾ അറിയിക്കുക എന്നതാകുന്നു എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ബഹുമാന്യ തിരുമേനിക്ക് ആശംസ അറിയിക്കുവാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും എൻ്റെ ജീവിതത്തിലെ ഒരു അസുലഭ ബഹുമതിയായി ഞാൻ ഇതിനെ കണക്കാക്കുകയും ചെയ്യുന്നു. ലോകമൊന്നാകെ കൊറോണ എന്ന മഹാമാരിയുടെ പിടിയിൽ ചലനമറ്റ അവസ്ഥയിലായിരിക്കുമ്പോഴും മുൻ നിശ്ചയിച്ചതിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ടുവെങ്കിലും ഏറെ അനുഗ്രഹമായി സഫർഗൻ മെത്രാപ്പോലിത്ത സ്ഥാനാരോഹണം നടത്തുവാൻ തക്കവണ്ണം സഭയെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത സർവശക്തന്റെ കൃപയ്ക്കായി ഈ സമയം ഞാൻ സ്തോത്രം ചെയ്യുന്നു. സഭ അകപ്പെട്ട വലിയ പ്രതിസന്ധിയുടെ ദിനങ്ങളിൽ ഇസ്രായേൽ ജനതയ്ക്ക് മോശയ്ക്ക് ശേഷം യോശുവയെ ഒരുക്കിയ ദൈവമേ ഞങ്ങൾക്ക് ആര് എന്ന പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ശ്രേഷ്ഠ ഇടയന്മാരിലൂടെ ഇന്നും മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവിക പരിപാലനയ്ക്കായി വിശ്വാസ സമൂഹം ഒന്നാകെ സ്തോത്രം ചെയ്യുന്നു. അഭിമന്യ തിരുമേനിയെ അറിയുന്നവർക്കും അറിയാൻ ശ്രമിച്ചവർക്കും സംശയലേശമന്യെ പറയാൻ സാധിക്കും, ഏറെ അർഹതപ്പെട്ട പദവിയിലേക്ക് തന്നെയാണ് സർവശക്തൻ പ്രിയ തിരുമേനിയെ ഉയർത്തിയിരിക്കുന്നത് എന്ന്. ചെറു പ്രായത്തിൽ തന്നെ തനിക്ക് ലഭിച്ച ദർശനത്തിന് ഉചിതമാവണ്ണം ദൈവിക വിളിയോട് പ്രതികരിക്കുകയും പട്ടത്ത ശുശ്രൂഷയിലേക്കും തുടർന്ന് മേൽപ്പെട്ട സ്ഥാനത്തേക്കും ഉയർത്തപ്പെട്ടതിനു ശേഷവും ഏറെ ആത്മീക നിറവിലും അച്ചടക്കത്തോടും അജഗണത്തെ പരിപാലിച്ച അഭിമന്യ തിരുമേനിയുടെ സ്ഥാനലബ്ധി സഭയുടെയും സമൂഹത്തിന്റെയും ആത്മീക വളർച്ചയ്ക്കും സാമൂഹിക ഉണർവിനും നിദാനമാകും എന്നതിൽ തർക്കമില്ലാത്ത വസ്തുതയാകുന്നു. 2019 ആണ്ടിലെ മാരാമൺ കൺവെൻഷനിൽ തന്റെ ദൂതിൽ അഭിമന്യ തിരുമേനി ദൈവജനത്തെ ഇപ്രകാരം ഓർമ്മിപ്പിച്ചു: നിന്റെ അയൽക്കാരനിലേക്കുള്ള ദൂരമാണ് ദൈവത്തിങ്കിലേക്കുള്ള ദൂരം എന്ന തിരിച്ചറിവാണ് ആത്മീയതയുടെ തുടക്കമെന്ന്. അവരെ കരുതേണ്ടതിന്റെ ആവശ്യകതയോടൊപ്പം എപ്പോഴും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സമൂഹത്തെ ചേർത്ത് നിർത്തേണ്ടതിന്റെ അത്യാവശ്യകതയെക്കുറിച്ച് സമൂഹത്തെ പ്രിയ തിരുമനസ് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ദൂതുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല തിരുമേനിയുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത. സംസാരത്തിൽ നാം ഒക്കെയും അറിയാതെ പോലും പരാമർശിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്ന എയ്ഡ്സ് രോഗികൾ, ഭിന്നലിംഗ വ്യക്തിത്വങ്ങൾ എന്നിവരെ ചേർത്ത് നിർത്തുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൈപിടിച്ചുയർത്താനായി ക്ഷീണം പ്രയത്നിക്കുകയും ചെയ്യുന്ന തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരവും ശ്ലാഘനീയവുമാണ്. ദീർഘകാലം തിരുമേനിയോടൊപ്പം തിരുവനന്തപുരം, കൊല്ലം ഭദ്രാസനത്തിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഗീവർഗീസ് കശീശ തിരുമേനിയെ കുറിച്ച് ഇപ്രകാരം കുറിച്ചത് വായിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്: സഭയുടെ ദൗത്യ ശുശ്രൂഷകളുടെ ഒരു ഉപജ്ഞാതാവാണ് തിരുമേനി. തന്റെ അജഗണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും അവരെ കരുതുകയും ചെയ്യുന്ന ശ്രേഷ്ഠ ഇടയനാണ് തിരുമേനി എന്നത് തന്റെ ജീവിതവും ദൗത്യവും വെളിവാക്കുന്നു. തിരുമേനിയുടെ കര പരിലാളനയിൽ പടർന്നു പന്തലിച്ച നവോദയ, സ്നേഹതീരം തുടങ്ങിയ പ്രോജക്റ്റുകൾ ബഹുമാനപ്പെട്ട അച്ഛന്റെ വാക്കുകളെ സ്വാധീകരിക്കുന്നു. ചെന്നൈ, ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ തിരുമേനിയോടൊപ്പം പ്രവർത്തിച്ച, തിരുമേനിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മാത്യൂസ് ബേബി അച്ഛൻ തിരുമേനിയെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: ചിരി ദുർലഭമാണ്, എങ്കിലും യൗവനക്കാരോട് ഹൃദയബന്ധത്തിൽ ഏർപ്പെടുവാൻ വളരെ പെട്ടെന്ന് നല്ല ഹൃദയബന്ധം സ്ഥാപിക്കുന്ന വിശിഷ്ടമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് തിരുമേനി എന്ന്. നോർത്ത് അമേരിക്ക, യൂറോപ്പ് ഭദ്രാസനത്തിലെ തന്റെ ദൗത്യത്തിന് ശേഷം മടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അഭിമുഖം നടത്തുവാനെത്തിയ അഭിമുഖകാരനോട് തിരുമേനി പറയുന്ന ഒരു വാക്കുണ്ട്: തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിലെ ഏറ്റവും ഫലകരമായ കാര്യം എന്ന് താൻ കണക്ക് കൂട്ടുന്നത് യൗവനക്കാരെ സഭയുടെ ശുശ്രൂഷയിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാവുന്നു എന്നാണ്. സഭയുടെ പ്രാദേശിക സ്വഭാവം മാറി അതിനൊരു വിശ്വസ്വഭാവം, ഒരു ഗ്ലോബൽ ക്യാരക്ടർ കൊണ്ടുവരണം എന്നൊരു ചിന്ത തിരുമേനി എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു എന്നത്
പുതുതലമുറയെ സംബന്ധിച്ച് ആവേശമുണർത്തുന്ന ഒരു വസ്തുതയാകുന്നു. ഭൗതിക സമൂഹത്തിനും തിരുമേനിയുടെ സംഭാവനകൾ വിലയേറിയതാണ്. നമുക്കെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞു. കഴിഞ്ഞ 28 ദിവസത്തെ സഫർഗൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതിന് തൊട്ടുമുമ്പുള്ള ലോക്ക്ഡൌൺ പീരീഡിലെ ആ കാലഘട്ടത്തിലെ തിരുമേനിയുടെ ചിന്ത ചർച്ച് സഭയുടെ പുതിയ സ്വാഭാവീകരണം എന്ന തലക്കെട്ടിൽ ഒരു പുസ്തകം ഇറക്കുവാനായിട്ടിടയായി. ചർച്ച് ദ ന്യൂ നോർമൽ എന്ന തലക്കെട്ടിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ആ പുസ്തകത്തിൽ തിരുമേനി കൈകാര്യം ചെയ്യുന്നു എന്നാണ് അതിനെക്കുറിച്ച് വായിച്ച കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ടെക്നോളജിയെക്കുറിച്ചും തിരുമേനിക്കുള്ള താല്പര്യം ഏറെ പ്രശസ്തമാണ്. martheodosius.com എന്ന പേരിൽ പണ്ട് മാർത്തോമാ സഭയിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്ന ഏക തിരുമേനിയാണ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വെബ്സൈറ്റ് അപ്പല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ സഭയിലെ വിവിധ തലമുറകളോട് ഏറ്റവും ഹൃദ്യമായി ഇടപെടുവാൻ സാധിക്കുന്ന തിരുമേനിയുടെ ഈ നാളുകളിലെ പ്രവർത്തനങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും ഏറെ ഗുണകരമാണ് എന്നത് തർക്കമില്ലാത്ത വസ്തുത തന്നെയാണ്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സഫർഗൻ മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന പ്രിയ തിരുമേനിയുടെ വരും നാളിലെ പ്രവർത്തനങ്ങൾ വിശ്വാസ സമൂഹത്തിലെ വിവിധ തലമുറകൾക്ക് ഏറെ ഗുണകരവും ഏറെ അനുഗ്രഹകരവും പൊതുസമൂഹത്തിനും സഭയ്ക്കും ആത്മീയ ഉണർവിനും വളർച്ചയ്ക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഷാർജ മാർത്തോമ ഇടവകയുടെ പ്രാർത്ഥന ആശംസകൾ ഈ സമയം നേരുകയും ചെയ്യുന്നു. ഈ സമയം ഷാർജ മാർത്തോമ ഇടവകയായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഉപഹാരം അത് സ്വീകരിക്കണമേ എന്ന് തിരുമേനിയോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയും അത് കൈമാറുവാനായി ബിജോയ് എം ജോൺ അച്ഛനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇടവകയായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ലഘു വീഡിയോ പ്രസന്റേഷൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ്. ഷാർജ മാർത്തോമ ഇടവക അഭിമാന പുരസ്സരം സമർപ്പിക്കുന്ന ഒരു ദൃശ്യാവിഷ്കരണം. ഷാർജ മാർത്തോമ ഇടവകയെ കഴിഞ്ഞ 42 വർഷമായി ഒരു ആരാധനാ സമൂഹമായി നിലനിൽക്കുവാൻ ദൈവം സഹായിക്കുന്നു. ഈ കോവിഡിന്റെ കാലങ്ങളിലും ദൈവരാജ്യ സമൂഹം എന്ന നിലയിൽ ഈ പ്രതിസന്ധിയോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ ഇടവക എന്ന നിലയിൽ സാധിച്ചു. പ്രവാസികൾക്കായി നമ്മൾ ക്രമീകരിച്ച വിമാന സർവീസുകൾ ഇതിന് മകുടോദാഹരണമാണ്. ഇന്ന് ഷാർജ മാർത്തോമ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ദിവസമാണ്. This video is to honor Right Reverend Dr. Givergis Mar Theodosius Episcopa for being commissioned as the Suffragan Metropolitan of the Malankara Marthoma Syrian Church of Malabar. 2020 ജൂലൈ മാസം 12-ാം തീയതി അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ തിയഡോഷ്യസ് എപ്പിസ്കോപ്പ മാർത്തോമാ സഭയുടെ സഫർഗൻ മെത്രാപ്പൊലിത്തയായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു. സ്വർഗസ്ഥനായ പിതാവ് കേൾക്കട്ടെ. ബഹുമാനവും വിശ്വസ്തയും പരിജ്ഞാനവും മഹാപരിസ്കൃതിയും നീതിയും സത്യവും താഴ്മയും ദൈവഭക്തിയും കൊണ്ട് സർവശക്തി നിന്നെ അലങ്കരിക്കട്ടെ. സഭ നിന്റെ മാതാവും വിശുദ്ധ ദൂതന്മാരുടെ സഖികളും അപ്പോസ്തലന്മാരുടെ സഹോദരങ്ങളുമായിരിക്കട്ടെ. വലത്തും ഇടത്തും ദൈവദൂതന്മാർ നിനക്ക് കാവലായിരിക്കട്ടെ. എന്നേക്കും ഏകമായിരിക്കുന്ന സത്യേക ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹീതനായി തീരട്ടെ. We, the Sharjah Marthoma Church members, are indebted to Tirumeni for his remarkable contribution in playing a major role to have our own church building. Theodosius Tirumeni, along with late Dr. Alexander Marthoma Metropolitan, visited His Highness Sheikh Sultan bin Muhammad Al Qasmi to request for the land and then a church building to be built in the same land. Reverend P.T. Cherian, Vicar of the Dubai Marthoma Church, and Reverend George Abraham accompanied them. It was granted by the ruler of Sharjah and the consecration was done in 1997.
we thank Thirumeni for having visited our church several times. കൊല്ലം അഷ്ടമുടി കിഴക്കേ ചക്കാലയിൽ ഡോക്ടർ KJ ചാക്കോയുടെയും മിസസ് മറിയാമ്മ ചാക്കോയുടെയും പുത്രനായി 1949 ഫെബ്രുവരി 19 ജോർജ് ജേക്കബ് ജനിച്ചു. കോട്ടയം MT സെമിനാരി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും ബസീലിയസ് കോളേജിൽ നിന്ന് ബിരുദവും മാർത്തോമ കോളേജ് തിരുവല്ലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. He did his bachelor's in divinity from Leonard Theological College, Jabalpur. He was ordained as deacon on 24th June 1972 and Reverend George Jacob Kashisha on 24th February 1973. He took his master's degree in comparative religions from Vishwabharati University, Kolkata, and PhD in religions in the year 1986 from McMaster University, Toronto, Canada. He was ordained as Ramban on November 4th, 1989 and consecrated as Right Reverend Dr. Georgios Mar Theodosius Episcopa on 9th December 1989. Thirumeni is a great scholar and has written a number of books and released a lot of publications. അടച്ചിടൽ അഥവാ ലോക്ക്ഡൌണിൽ കഴിഞ്ഞിരുന്ന കാലം കുറ്റപ്പെടുത്തുന്നതിനോ പഴിചാരുന്നതിനോ അല്ല, മറിച്ച് ക്രിയാത്മകമായി ആ അവസരം ഉപയോഗിക്കുവാൻ തിരുമേനിക്ക് സാധിച്ചു. അതിൻ്റെ അടയാളമാണ് തിരുമേനി ഏറ്റവും പുതുതായി എഴുതിയ പുസ്തകം ചർച്ച് ആൻഡ് ദ ന്യൂ നോർമൽ, എക്ലീസിയൽ ഇമാജിനേഷൻസ് ഫോർ എ ന്യൂ ഹ്യൂമാനിറ്റി. അഭിവന്യ റെവറൻഡ് ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്തയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. This book reflects on how the church should behave in times of COVID-19, which affected the whole humanity irrespective of divisions. This book covers a wide range of topics ranging from family to the transgender community and artificial intelligence that reminds how the church should respond to the new norms placed by these challenges. This book was written when Thirumeni was in quarantine for 28 days before taking up the new responsibility as the suffragan metropolitan of the church. During his leadership as the bishop of various dioceses, Thirumeni has been instrumental in either initiating or taking forward many developmental projects. Thirumeni's contribution to church, community, and society at large is highly commendable. To name a few, we have Home for the Homeless, education help for poor students, rehabilitation of mental patients, Snehathiram for HIV/AIDS patients, old age home, Compassion International units, new land and building for Hospital Guidance Center, mission fields, marriage aid, education aid, community health work. He's initiated several projects for the benefit of second, third, and fourth generation of the Marthoma diaspora so that the youth stay connected with faith and practices of the church. He's introduced the Chaplaincy Forum. He's been instrumental in revising and translating the English worship liturgy and worship order for special occasions, in increasing the number of English services, and in taking steps to start an English congregation in US and Europe. എന്നും തന്നെ ദുഃഖിപ്പിച്ചിരുന്ന പ്രകൃതി ചൂഷണത്തിനെതിരായി തിരുമേനി ആരംഭിച്ച സംരംഭമാണ് ഗോ ഗ്രീൻ പ്രോജക്റ്റ്. ഇതിന്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ തിരുമേനി നേതൃത്വം നൽകിയ എല്ലാ ഭദ്രാസനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. Jesus Christ showcased a threefold ministry: teaching, preaching, and healing. Likewise, Thirumeni's ministry too is a threefold one: scripture-oriented, mission-oriented, and community-oriented. He is a missionary and a visionary. He connects with people wherever he is. He gives voice to the downtrodden. He makes sure the church caters to the needs of people of all walks of life. He is good at finding what one is capable of and encourages the person to build up on his or her capacities. Thirumeni is a social reformer, educationalist, dynamic personality. He is systematic, updated, and upholds the rules and regulations of the Sabha. He is a church leader whose leadership abilities leave lasting imprints of God's love in every place he serves.
ഈ നിയുക്ത കർത്തവ്യത്തിൽ സഭയെ മുൻപോട്ട് നയിക്കാൻ സർവശക്തനായ ദൈവം തിരുമേനിയെ ശക്തീകരിക്കട്ടെ എന്ന് ഷാർജ മാർത്തോമ ഇടവക ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അഭിമന്യ തിരുമേനിയെ കീനോട്ട് അഡ്രസ്സിനായിട്ട് സവിനയം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. ഷാർജ മാർത്തോമ ഇടവകയുടെ വികാരിമാരായിരിക്കുന്ന ഷിബി ടി മാത്യൂസ് അച്ഛൻ, ജോബി തോമസ് സാമുവൽ അച്ഛൻ, സജേഷ് മാത്യൂസ് അച്ഛൻ, ഇടവക ചുമതലക്കാർ, ഇടവകയുടെ കമ്മിറ്റി അംഗങ്ങൾ, സംഘടനകളുടെ ഭാരവാഹികൾ, പ്രതിനിധികൾ, ഇടവക അംഗങ്ങളെ, സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം ഞാൻ ആദ്യമേ അറിയിക്കുന്നു. ഇന്ന് ഈ പ്രകാരം സൂം പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുവാൻ തക്കവണ്ണം, സമയം ചെലവഴിപ്പാൻ തക്കവണ്ണം എല്ലാം ദൈവം സംഗതിയാക്കിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത വികാരിയച്ഛന്മാരെയും ഇടവക ചുമതലക്കാരെയുമെല്ലാം എൻ്റെ സ്നേഹവും നന്ദിയും ഈ അവസരം അറിയിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ ആരംഭമായി മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ സഫർഗൻ സ്ഥാനത്തേക്ക് ദൈവവും സഭയും നിയോഗിച്ച വേള പ്രത്യേകമായിട്ട് ഓർക്കുകയും ഷാർജ മാർത്തോമ ഇടവകയുടെ അഭിനന്ദനങ്ങൾ ഈ അവസരം അറിയിക്കുകയും ചെയ്തതിൽ ഇടവകയോടുള്ള എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ഈ അവസരം അറിയിക്കട്ടെ. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിൻ്റെ സൂചകമായി നൽകിയതായിട്ടുള്ള മെമൻറ്റോ ഞാൻ പ്രത്യേകമായിട്ട് വിലമതിക്കുന്നു. അപ്രകാരം ഈ അവസരത്തിൽ നൽകുവാൻ വേണ്ട എല്ലാ ക്രമീകരണം ചെയ്ത് ഏവരെയും അനുമോദിക്കുകയും ചെയ്യുന്നു. ചർച്ച് ആൻഡ് ദ ന്യൂ നോർമൽ എന്നുള്ള ഈ പുസ്തകം, അതിൻ്റെ ഒരു കോപ്പി ഞാനിപ്പോൾ വിനോയച്ചന് നൽകുകയുണ്ടായി. ഈ പുസ്തകത്തിന്റെ കോപ്പികൾ ലഭിക്കുമ്പോൾ വായിക്കുന്നത് നല്ലതായിരിക്കും എന്നത് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കട്ടെ. പ്രത്യേകമായി ഈ COVID-19 പശ്ചാത്തലത്തിൽ ഇടവകയായി ചെയ്യുവാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനായിട്ട് ഇടവക ഉത്സുകയാകുകയും നാട്ടിലെത്തിക്കേണ്ട പ്രവാസികളെ നാട്ടിലെത്തിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും ചെയ്തതിൽ സഭയുടെ സമൂഹത്തിന്റെ പേരുള്ള അഭിനന്ദനം ഞാൻ അറിയിക്കട്ടെ. ഓരോ ദിവസവും വിവിധ ആവശ്യങ്ങളിരിക്കുന്ന ആളുകളെ കാണുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛന്മാർ ശ്രദ്ധിക്കുന്നു എന്നത് പറഞ്ഞത് സ്വാഗത വാക്കുകളുടെ സമയത്ത് സൂചിപ്പിച്ചത് ഞാൻ കേൾക്കുകയുണ്ടായി. അച്ഛന്മാരെ ഞാൻ അനുമോദിക്കുന്നു. ഇന്ന് ഇവിടെ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ. ഏറെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരവസരമാണ് ഇത് എന്നത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം എന്നത് ഞാൻ ചിന്തിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിറവും ദൈവജനത്തിന്റെ പ്രാർത്ഥനയും എന്നിൽ ഏൽപ്പിക്കുന്ന എല്ലാ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഏറ്റവും സംഗതമായും അർത്ഥവത്തായിട്ടും ഫലകരമായിട്ടും നിറവേറ്റുവാൻ ദൈവം സംഗതിയാക്കും എന്നുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലുമാണ് ചുവടുകൾ വയ്ക്കുവാൻ തക്കവണ്ണം ഞാൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. എന്നെ പരിചയപ്പെടുത്തിയ അവസരത്തിൽ എൻ്റെ വെബ്സൈറ്റിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അത് ഇപ്പോഴും ഉണ്ട്. martheodosius.org ആയിട്ട് മാറിയിട്ടുണ്ട് എന്നൊരു വ്യത്യാസം. .com ആയിരുന്നു, അതിപ്പോൾ martheodosius.org ആയിട്ട് മാറിയിട്ടുണ്ട്.
അതിൽ എൻ്റെ പുസ്തകത്തിൻ്റെ സോഫ്റ്റ് കോപ്പി അപ്പിയർ ചെയ്യുകയാണെങ്കിൽ വായിക്കുവാൻ തക്കവണ്ണം ഏവർക്കും സാധിക്കും എന്നത് ഇപ്പോൾ ഷാർജ മാർത്തമ്മയുടെ അംഗങ്ങളെ ഞാൻ അറിയിക്കുന്നു. ആരെങ്കിലും നാട്ടിൽ വന്ന് ഈ പുസ്തകങ്ങൾ കൊണ്ടുപോകുവാനായിട്ട് കഴിയുമെങ്കിൽ കോപ്പികൾ തന്നയക്കുന്നതിനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നതാണ്. പിന്നെ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പാരിഷ് റിട്രീറ്റിന് വേണ്ടിയിട്ടാണ്. നവീകരണ സഭയായിട്ടുള്ള മലങ്കര മാർത്തമ്മ സുറിയാനി സഭ കൈമുതലായിട്ട് എന്നും കാണുന്നത് ഓപ്പൺ ബൈബിളാണ് എന്നത് ഇവിടെ വികാരിയച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ റിട്രീറ്റിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് ആധാരമായി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതലുള്ള ഏതാനും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. The Gospel according to Saint Mark, chapter 6, verses 7 to 13. അനന്തരം അവൻ 12 അടുക്ക വിളിച്ചു, അവരെ ഈരണ്ടായിട്ട് അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയിൽ കാശുമരുത്, ചെരിപ്പിട്ടുകൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർപ്പീൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടെ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായിട്ട് കുടഞ്ഞ് കളവീൻ എന്നും അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. നാം ഒരു റിട്രീറ്റിൽ സംബന്ധിക്കുകയാണ്. അതിന്റെ അർത്ഥം ട്രീറ്റ് അഗെയിൻ എന്നാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും തന്നെ വിശ്വാസ സമൂഹത്തിന്റെ അംഗങ്ങളാണ്. ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മളുടെ ജീവിതത്തിൽ ചില ശീലങ്ങൾ ഒക്കെ ഉണ്ട്, പരിചയങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു രീതിയുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ ചേർന്ന് വന്ന് വീണ്ടും ട്രീറ്റ് ചെയ്യുന്ന, റീലുക്ക് ചെയ്യുന്ന ഒരവസരമാണ് റിട്രീറ്റിന്റെ അവസരം എന്നത് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് തുടങ്ങുകയാണ്. നമ്മളുടെ സഭയുടെ അംഗമായിട്ടുള്ള മലയാളികളെല്ലാം തന്നെ അറിയുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ മുൻ മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മാത്യു ടി. നമ്മളുടെ ഒരു അച്ഛൻ്റെ മകനാണ്, റവറൻഡ് ടി തോമസ് അച്ഛൻ്റെ മകനാണ്, തിരുവല്ലയിൽ താമസിക്കുന്നത്. അദ്ദേഹത്തെ ആദ്യമായി മന്ത്രിസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത അവസരം ഞാൻ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുകയാണ്. ആ പ്രത്യേക ദിവസം സെന്റ് തോമസ് സ്കൂളിലെ പ്രോഗ്രാമിനായി രാവിലെ ചാപ്പലിൽ ഞാൻ പോയതായിട്ടുള്ള അവസരമാണ്. രാവിലെ കുർബാന സർവീസ് ഉണ്ടായിരുന്നു. അന്ന് രാവിലെ 9:30 മണിയോടുകൂടിയാണ് അദ്ദേഹം പ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാകുവാനായിട്ട് ഒരുങ്ങുന്നത്. രാവിലെ 7:30 ആരംഭിച്ച വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ അദ്ദേഹം വന്ന് സംബന്ധിച്ചു എന്നത് മാത്രമല്ല, പ്രത്യേക പ്രാർത്ഥനയുടെ അവസരത്തിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി അദ്ദേഹം മുന്നോട്ട് വന്ന് റെയിലിങ്സിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക മാത്രമല്ല, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് വേണ്ടി അന്ന് സന്നിഹിതരായിരുന്ന എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്തു. റിട്രീറ്റിനായിട്ട് ചേർന്ന് വന്നിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഒരു രീതിയുണ്ട്, ഒരു ശീലമുണ്ട്. ഇടവകയായി, ക്രൈസ്തവ സമിതിയായി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി
ഓരോരോ ഏരിയ റെപ്രസെന്റേറ്റീവായി, സംഘടനകളുടെ ഭാരവാഹികളായി എല്ലാം നാം ചേർന്ന് വന്നിരിക്കുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും നിറവേറ്റുവാൻ നമുക്കിടയാവുന്നത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ് എന്നുള്ള ഒരു തുറവിയും വിനയവും നമുക്കുള്ളപ്പോഴാണ് ദൈവസന്നിധിയിൽ ക്രമമായിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഓരോ ശുശ്രൂഷയും അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ടെത്തിയിരുന്നത്. നമ്മളുടെ ഇന്നത്തെ ധ്യാനത്തിൽ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം എസ്തറിന്റെ പേരിൽ എഴുതിയതായിട്ടുള്ള പുസ്തകമാണ്. എസ്തറിന്റെ പുസ്തകം. എസ്തർ ഒരു അനാഥയായിട്ടുള്ള യഹൂദ സ്ത്രീയാണ്. മൊർദെഖായി അവളുടെ ചുറ്റപ്പനാണ്. എസ്തറിനെ മാതാപിതാക്കൾ മരിച്ച അവൾ അനാഥയായി തീർന്ന അവസരത്തിൽ മകളായിട്ട് ഏറ്റെടുത്ത് വളർത്തിക്കൊണ്ടുവന്നു. എസ്തറിന് സ്ഥാനമാനം ലഭിച്ചതായിട്ടുള്ള അവസരത്തിൽ എസ്തറും മൊർദെഖായും ആ സ്ഥാനമാനങ്ങളും പദവിയും വലിയൊരു പ്രതിസന്ധിയിലായിരുന്ന യഹൂദ ജനത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം വിനിയോഗിച്ചു എന്നത് എസ്തറിന്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തങ്ങൾക്ക് ലഭിച്ചതായുള്ള സ്ഥാനമാനങ്ങളും പദവികളും ദൈവം നമുക്ക് നൽകുന്ന എല്ലാ പൊസിഷൻസും അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന എല്ലാ മാനങ്ങളും അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന എല്ലാ അധികാരങ്ങളും ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായിട്ട് വിനിയോഗിക്കുവാൻ. സഭയുടെ പ്രതീകമായിട്ടാണ് നാം ചേർന്ന് വന്നിരിക്കുന്നത്. സഭ കർത്താവിന്റെ തിരുശരീരമാണ്. പ്രാദേശിക ഇടവകയും അപ്രകാരം തന്നെയാകുന്നുവല്ലോ. ഒരു ആരാധനാലയത്തിന്റെ സ്ട്രക്ചർ എന്നതിനേക്കാൾ അപ്പുറമായി ഇടവക ആരാധനക്കാരുടെ ഒരു സമൂഹമാണ് എന്ന ഒരു ചിന്ത നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസ സമൂഹമായി പ്രാദേശിക തലത്തിൽ ആരാധിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഒരു ഇടവക എന്ന് പറയുന്നത്. അപ്രകാരമാകുന്നു ഷാർജ മാർത്തമ്മ ഇടവകയും. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ ആരാധനാലയം ഓടി പിടിപ്പിക്കുന്നതിലും കൂടുതൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നതിലും സ്വത്ത് സ്വരൂപിക്കുന്നതിലും ഫണ്ട്സ് ഇത് സ്വരൂപിക്കുന്നതിലും നമ്മുടെ ശ്രദ്ധ കൂടുതലായിട്ട് കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം നമ്മോട് ചോദിക്കുന്നതിനായിട്ടുണ്ട്. ആവശ്യമായിരിക്കുന്നത് ജനങ്ങളുടെ ആത്മീയമായുള്ള വളർച്ചയും അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ മേന്മയും കൂട്ടായ്മയുടേതായിട്ടുള്ള അനുഭവങ്ങളുമാണ് എന്നത് നാം മറക്കരുത്. പീപ്പിൾ മാറ്റർ, നോട്ട് ദ സ്ട്രക്ചർ. സഭയിലും ഇടവയിലും നമ്മുടെ ഭരണ സംവിധാനം ഡെമോക്രാറ്റിക് ആണ്, അതേ അവസരത്തിൽ തന്നെ ഹൈറാർക്കിക്കലുമാണ്. ഒന്ന് ജനായത്തമായിട്ടുള്ള ക്രമീകരണമാണ്, മറ്റൊന്ന് മാർഗദർശനം നൽകുന്നവരെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ക്രമീകരണമാണ്. ജനങ്ങൾ ഉള്ളിടത്താണ് പട്ടക്കാരുടെ ആവശ്യം, ജനങ്ങളും പട്ടക്കാരും ഉള്ളിടത്താണ് മേൽപ്പട്ടക്കാരുടെ ആവശ്യം. പീപ്പിൾ മാറ്റർ. ജനങ്ങൾ ദൈവസന്നിധിയിൽ ചേർന്ന് വരുന്നത്. പുരുഷാരം യേശുവിന്റെ അടുത്ത് വന്നു എന്നതൊക്കെ നാം വായിക്കുന്നുണ്ടല്ലോ. പുരുഷാരമാണ് പ്രാധാന്യം അറിയിക്കുന്നത്. യേശു തന്നെ തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ സിനഗോഗിൽ ആരാധനയ്ക്കായിട്ട് പോയിരുന്നു. എന്നാൽ അത് മാത്രമായിരുന്നില്ല, ജനങ്ങൾ എവിടെയൊക്കെ ആയിരുന്നു ആ ജനങ്ങൾ ആയിരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചെലവിട്ടിരുന്നു. ദൈവിക ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതിനായിട്ട് സമയം ചെലവിട്ടു. ദൈവജനത്തെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്നത് അറിയിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്തു. പീപ്പിൾ മാറ്റർ. നല്ലത് പറയുവാനായിട്ട് ജനം പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത, നന്ദി പറയുവാനായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം. വളരെ കാര്യങ്ങളിൽ മുറുമുറുപ്പും പിറുവിറുപ്പും ഒക്കെ ഉള്ളതായിട്ടുള്ള ജനമായി നാം തീർന്നു പോകാറുണ്ട്. പരദൂഷണം അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ നാവിന്റെ അറ്റത്ത് എത്തിച്ചേരുന്നുണ്ട്. പറയുന്നതായുള്ള ഒരു വാക്കും
എറിയുന്നതായിട്ടുള്ള ഒരു കൊമ്പും ഒരുപോലെയാണ് എന്നത് ഒരു ആപ്തവാക്യമാണ്. ഞാൻ പറയുന്ന ഒരു വാക്ക് പോലും തിരിച്ചെടുക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരിക്കൽ പറഞ്ഞു പോയാൽ അത് ഈ ലോകത്തിൽ നാം എറിയുന്നതായിട്ടുള്ള ഒരു കൊമ്പായിട്ട് തീരുകയാണ്. അമേരിക്കയിൽ അടുത്ത സമയത്ത് അവിടെയുള്ള ഒരു പോലീസുകാരൻ കറുത്ത വർഗക്കാരനെ നേരിടുകയും അവനെ അറസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് ജോർജ് ഫ്ലോയിഡ്. അദ്ദേഹത്തെ വിലങ്ങ് വയ്ക്കുന്നതിനായിട്ട് ശ്രമിച്ച അവസരത്തിൽ ഈ കറുത്ത വർഗക്കാരനെ വിലങ്ങ് വയ്ക്കുന്നതിനായി താഴെയിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചത്തെ കാലുകൾ കൊണ്ട് ചവിട്ടി മുട്ടുകൊണ്ട് കുത്തി ആമം വയ്ക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഈ പോലീസുകാരൻ ഈ നെഞ്ചത്തു നിന്ന് മുട്ട് അവന്റെ കഴുത്തിലേക്ക് മാറ്റി ആ കഴുത്തിലേക്ക് വളരെ ശക്തിയായിട്ട് സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി. അവൻ അവിടെ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, ഐ കാൺ ബ്രീത്ത്. എന്നാൽ ആ ശബ്ദം കേട്ട് മനം തിരിയാതിരുന്നത് കൊണ്ട് ആ സമ്മർദ്ദത്തിന് വിധേയനായി ആ മനുഷ്യൻ അവിടെ മരിക്കുകയുണ്ടായി. ഇതൊരു അമേരിക്കയിലെ വിപ്ലവം സൃഷ്ടിച്ചതായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിട്ട് മാറുകയും ചെയ്തു. ബ്ലാക്ക് പീപ്പിൾ മാറ്റർ എന്നുള്ള സ്ലോഗൻ എല്ലാ രംഗങ്ങളിലും കേൾക്കുന്നതിനായിട്ട് അടുത്ത സമയത്ത് ഇടയായിട്ട് തീർന്നു. പീപ്പിൾ, അവരുടെ ജീവൻ എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഏൽപ്പിക്കുന്നതായിട്ടുള്ള എല്ലാ സ്ഥാനവും അതിനോടനുബന്ധിച്ചുള്ള മാനവും അതിനോടനുബന്ധിച്ചുള്ളതായിട്ടുള്ള അധികാരവും ഇത് തിരിച്ചറിയുവാൻ നമുക്ക് ഇടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് നാം വായിച്ചതായിട്ടുള്ള വേദഭാഗം എല്ലാം നാം കാണുന്നതിനായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ട് ശ്രമിക്കേണ്ടത്. എനിക്ക് ഒന്നാമത് നമ്മളുടെ റിട്രീറ്റിൽ എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഓർപ്പിക്കുവാനായിട്ടുള്ളത്, വി ആർ കോൾഡ് ടു ബി പീപ്പിൾ ഓഫ് ഗ്രേറ്റ് കൺവിക്ഷൻ. വി ആർ കോൾഡ് ടു ബി പീപ്പിൾ ഓഫ് ഗ്രേറ്റ് കൺവിക്ഷൻ. ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തെ ആരാധിക്കുന്ന സമൂഹമാണ് പ്രാദേശികമായിട്ടുള്ള ഇടവക. The choice is not mine, it comes from above. ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ദൈവമാണ് നമ്മെ തന്നോട് ചേർത്ത് നിർത്തിയിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള വാക്യങ്ങളാണ് ഇന്ന് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലൂടെ നാം വായിച്ച് കേട്ടത്. അവിടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പായി, 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പായി രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു എന്നത് സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. താൻ പിതാവിനോടുള്ള സംസർഗത്തിൽ സമയം ചെലവിട്ടതിന് ശേഷമാണ് തന്നെ അനുഗമിച്ചതായുള്ള പുരുഷാരത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് 12 പേരെ പേർ ചൊല്ലി വിളിക്കുന്നതിന് ഇടയായിട്ട് തീരുന്നത്. കർത്താവായ യേശുക്രിസ്തു അതുകൊണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മോട് ലോകത്തോടെ പറയുന്നുണ്ട്. ശിഷ്യന്മാരുടെ പ്രത്യേകമായി വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ഭാഗമാണ്. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനുമായി നിങ്ങളെ ആക്കുവെച്ചും ഇരിക്കുന്നു എന്നത് കർത്താവെ സൂചിപ്പിക്കുന്നു. ശിഷ്യന്മാർ ഗുരുവിനെ തേടി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇതാ ഗുരു തൻ്റെ ശിഷ്യന്മാരാരായിരിക്കണം എന്നത് മനസ്സിലാക്കി അവരെ വിളിച്ച് വേർതിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ ചേർന്ന് വരുന്ന ദൈവജനം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നാം ദൈവജനമായി ഈ ലോകത്തിൽ നിലകൊള്ളുവാൻ ഇടയായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാകും. ദൈവം നമ്മെ വിളിച്ചുകൊണ്ടാണ്, ദൈവം നമ്മെ വേർതിരിച്ചുകൊണ്ടാണ്. ഇന്ന് ദൈവം തന്റെ നെഞ്ചോട് ചേർത്ത് നമ്മെ നിർത്തുന്നത് കൊണ്ടാണ്. എന്താണ് ദൈവം ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്? 3 കാര്യങ്ങൾ ഞാൻ പറയട്ടെ സബ് ടോപ്പിക്കായിട്ട്. ഒന്ന്, we are called to be people with integrity. Live
as people with integrity. സ്വഭാവശ്രേഷ്ഠതയുള്ളവരായി, സത്യസന്ധതയുള്ളവരായി, വിശ്വസ്തതയുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായിട്ട് ദൈവം തമ്പുരാൻ നമ്മെ വിളിച്ചിരിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭ ഒരു റിഫോംഡ് ചർച്ചാണ് എന്ന് പറയുമ്പോൾ, നവീകരണ സഭയാണ് എന്ന് നാം പറയുന്ന അവസരത്തിൽ നവീകരണ സഭാംഗങ്ങളുടെ ഒരു സ്വഭാവമാണ് അവർ സ്വഭാവ ശ്രേഷ്ഠതയുള്ളവരായിരിക്കണം എന്നുള്ളത്, അവർ സത്യസന്ധരായിരിക്കണം എന്നുള്ളത്, അവര് വിശ്വസ്തരായിരിക്കണം എന്നുള്ളത്. നമുക്കറിയാം, ജാതി വ്യവസ്ഥകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ ജാതി തൊട്ടതിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറുന്നതിനായി ഒരു ക്രിസ്ത്യാനി തൊട്ടാൽ മതിയായിരുന്നു. സ്വഭാവ ശ്രേഷ്ഠത കൊണ്ട് മെച്ചമായിട്ടുള്ള വിശുദ്ധീകരിയതായിട്ടുള്ള ഒരു നിലയിൽ സമൂഹം നമ്മെ കണ്ടിരുന്നു എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. കരിമ്പിൽ ചെറിയാച്ചനും മറ്റും ശർക്കരയുമായി ആലപ്പുഴയിലേക്ക് ചെന്നാൽ അവിടെ ശർക്കര വാങ്ങുന്ന ആളുകള് അത് ചെറിയാച്ചൻ്റെതാണെങ്കിൽ അളക്കേണ്ട ആവശ്യകതയില്ല. അദ്ദേഹം പറയുന്ന അളവിൽ ഒരല്പം കൂടി കൂടുതലേ ഉണ്ടാവുകയുള്ളൂ എന്നത് ചരിത്രത്തിന്റെ ഒരു സാക്ഷ്യമാണ്. അതുകൊണ്ട് പീപ്പിൾ ഓഫ് ഇന്റഗ്രിറ്റി. രണ്ട്, ബി ട്രാൻസ്പെറൻറ്റ്. സുതാര്യത ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. മറച്ചു വെക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നത് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്ന പോലെ ദൈവം ഇറങ്ങി വന്നപ്പോൾ ആദാമും ഹവ്വായും ഒളിച്ചിരുന്നു എന്നത് നാം വായിക്കുന്നുണ്ട്. നമുക്ക് എന്തോ ഒക്കെ മറച്ചു വെക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആകുന്നതിനായിട്ട് സാധിക്കത്തില്ല. ഇല്ലെങ്കിൽ എന്തിന് ഭയക്കണം, എന്തിന് വിഷമിക്കണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ മറഞ്ഞിരിക്കുന്ന യാതൊന്നുമില്ല എന്ന് ബോധ്യമുള്ളതായിട്ടുള്ള ആളുകൾക്ക് സമൂഹത്തിന്റെ മധ്യത്തിലും മറഞ്ഞിരിക്കേണ്ടതായില്ല ആവശ്യകതയില്ല എന്നത് തിരിച്ചറിയാനായിട്ട് ഇടയാകും. പീപ്പിൾ വിത്ത് ഇന്റഗ്രിറ്റി, പീപ്പിൾ വിത്ത് ട്രാൻസ്പെറൻസി. മൂന്നാമത്, ബി അക്കൗണ്ടബിൾ. അക്കൗണ്ടബിൾ ടു ഗാഡ്, അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. ഒരു ചുമതലാ സ്ഥാനത്ത് നമ്മെ ആക്കുന്നുണ്ട് എന്ന് വരികിൽ ആ ചുമതലാ സ്ഥാനത്ത് നാം ദൈവത്തോടെ കണക്ക് ബോധിപ്പിക്കുവാനായിട്ടുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാവണം. ആ ചുമതലാ സ്ഥാനത്ത് നമ്മെ ആക്കിയ ദൈവജനത്തോടെ ഒരു കണക്ക് ബോധിപ്പിക്കുന്നതിനായിട്ടുണ്ട് എന്നുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. അത് എന്നെ സംബന്ധിച്ചോളം നിങ്ങളെ സംബന്ധിച്ചോളം എല്ലാം യാഥാർത്ഥ്യമാണ് എന്നത് മറക്കരുത്. ദൈവം നമ്മെ ഏൽപ്പിക്കുന്നതായുള്ള ചുമതലകൾ വിശ്വസ്തയോടുകൂടി നിറവേറ്റുവാൻ, കണക്ക് ബോധിപ്പിക്കേണ്ട സ്ഥലത്ത് കണക്ക് ബോധിപ്പിക്കുവാൻ എല്ലാം നമുക്ക് ഇടയാവേണ്ടത് എത്രയോ ആവശ്യമായിട്ടുള്ള സംഗതിയാകുന്നു. പേപ്പറിൽ വരുന്നതായിട്ടുള്ള വാർത്തകൾ വായിച്ച അവസരത്തിലാണ് ഈ ഓണം വരുന്ന ദിവസങ്ങൾക്ക് മുമ്പ് ഓണക്കിറ്റ് വിതരണത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടുന്നുണ്ട്. ഞാൻ വായിക്കുകയുണ്ടായി, ഈ ജനങ്ങൾക്ക് ഈ COVID-19 പശ്ചാത്തലത്തിൽ ഓണക്കിറ്റ് നൽകുന്നതിനായിട്ട് ഒരുക്കിയത് അത് ചെന്ന് തൂക്കി നോക്കിയതായിട്ടുള്ള അവസരത്തിൽ തൂക്കത്തിൽ കുറവുണ്ട് എന്നത് പറയുകയുണ്ടായി. 500 രൂപയ്ക്കുള്ള സാധനങ്ങൾ ഒരു കിറ്റിലാക്കി കൊടുക്കുന്നതിനായിട്ടാണ് ഗവൺമെന്റിലൂടെ ശ്രമിക്കുന്നത്. സപ്ലൈകോയുടെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് എന്നുള്ളൊരു വാർത്ത പേപ്പറിൽ ഞാൻ വായിക്കുകയുണ്ടായി. നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിനായിട്ട് വളരെ എളുപ്പമാണ്. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മളുടെ ജീവിതത്തെ ഒന്ന് നോക്കേണ്ടതും അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. ദൈവസന്നിധിയിൽ മറഞ്ഞിരിക്കുന്ന യാതൊന്നുമില്ല. സകലവും നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുന്നു. നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ വിചാരങ്ങൾ, നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ പെരുമാറ്റങ്ങൾ എല്ലാം ദൈവം തമ്പുരാൻ അതിൻ്റെ ഇന്റൻഷനോട് കൂടി തന്നെ അറിയുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതായ ആവശ്യകതയുണ്ട്. മൊർദെഖായി വാസ് എ ഗോഡ് ഫിയറിംഗ് മാൻ. തൻ്റെ ജനത്തിന്റെ കഷ്ടത ഉണ്ടാകുന്ന സാഹചര്യത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം എസ്തേറിനോട് പറയുന്നത് 4-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. നീ രാജധാനിയിൽ ഇരിക്കിയാൽ എല്ലാം യഹൂദന്മാരെല്ലാം വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും.
എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെ ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം എന്ന് മൊർദെഖായി എസ്തേറിനോട് തന്റെ വാക്കുകൾ അറിയിക്കുന്നുണ്ട്. എസ്തർ വാസ് ഓൾസോ എ ഗോഡ് ഫിയറിംഗ് പേഴ്സൺ. അതുകൊണ്ട് എസ്തർ ഇത് കേട്ടതായിട്ടുള്ള അവസരത്തിൽ മറുപടിയായിട്ട് പറയുന്നത്, എല്ലാ യഹൂദന്മാരും പകലും തിന്നുകയും കുടിക്കുകയും ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. ഒരുമിച്ച് സിങ്ക്രണൈസ് ചെയ്ത് ദൈവത്തിന്റെ സംഘം ചേർന്ന് വരുവാണ്, ഒരുമനപ്പെട്ട് ചേർന്ന് വരുന്നു എന്ന് പറയുന്ന അനുഭവമാണ്. നമ്മളുടെ ഇടവകയിലൊക്കെ ക്രമീകരിക്കുന്ന പ്രോഗ്രാമിൽ ഇതുപോലുള്ളൊരു ഒരുമനപ്പെടൽ ആവശ്യമാണ്. എന്തുകൊണ്ട്? ബിക്കോസ് വി ആർ പീപ്പിൾ ഓഫ് ഗോഡ്. ഒരു പിതാവും ആ പിതാവിന്റെ മക്കളുമാണ് നാം എല്ലാവരും തന്നെ. ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി എടുക്കുന്നതായ ഒരു തീരുമാനത്തെ സ്വീകരിച്ച് ഒരു ജനമായി ദൈവത്തിന് മഹത്വം കരയറ്റി ഈ ലോകത്തിൽ നല്ല സാക്ഷ്യം നിറവേറ്റി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സാധ്യമായി തീരേണ്ടതാണ് ഇടവയുടെ കാര്യങ്ങളും സഭയുടെ കാര്യങ്ങളും എന്നത് ഈ തരുണത്തിൽ നമുക്ക് ഓർക്കാം. We are not ordinary people. We are called and ordained by God. So we are ordained people. അച്ഛന്മാര് ഇന്ന് മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ഓർഡൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ദൈവ സന്നിധിയിൽ ഞങ്ങളെ സ്വീകരിക്കുന്നതിന് തുല്യമായിട്ടാണ്. എന്നാൽ അങ്ങനെ ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരുന്ന ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, we are not ordinary people. We are called and sanctified or ordained to be God's people. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ we are Christ ambassadors. ഓരോരോ സ്ഥാനങ്ങളിൽ ചുമതലയോടെ ഉത്തരവാദിത്തോടു കൂടി അയച്ചതായിട്ടുള്ള കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഇടയായി തീരേണ്ടത് ആവശ്യമാണ് എന്നെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ഒരു ഇടവകയെക്കുറിച്ച് ഞാൻ ഇപ്രകാരം വായിക്കുകയുണ്ടായി. ആ ഇടവകയിലെ ആരാധന നടക്കുമ്പോൾ അതിൽ സംബന്ധിച്ചതായിട്ടൊരു വ്യക്തി ഇടവക പട്ടക്കാരന്റെ അടുത്ത് തന്നെ ആരാധനയ്ക്ക് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് ഈ ഇടവകയിലേക്ക് വരുന്നില്ല. ശാന്തമായി കേട്ട അച്ഛൻ ആ ആളിനോട് ചോദിച്ചു, എന്താണ് അങ്ങനെ പറയാനായിട്ടുള്ള കാര്യം? എനിക്കറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ആ ആളെ പറയുകയുണ്ടായി, ഈ പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്നതായുള്ള ആളുകളെല്ലാം ഹിപ്പോക്രൈറ്റ്സ് ആണ്. അതിനങ്ങനെ പറയുന്നത്, ഞാൻ അവരെ ഈ ആരാധന നടക്കുന്ന അവസരത്തിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അത് സംസാരിക്കുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ആരാധിക്കുകയാണോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണോ വേണ്ടത്? രണ്ട്, അദ്ദേഹം പറഞ്ഞു, അങ്ങ് മധുവായിൽ തിരിഞ്ഞ് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ എനിക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ആളുകൾ ഗോസിപ്പ് ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ്. ഒരുമിച്ച് കാണാൻ കിട്ടിയതായിട്ടുള്ള അവസരമാണല്ലോ. ഒത്തിരി വാർത്തകളൊക്കെ പറയുന്നതിനായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധനാ മധ്യത്തിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പ്രസംഗത്തിന്റെ അവസരത്തിൽ സംസാരിക്കുന്നതായിട്ടുള്ള ആളുകൾ. മറ്റൊന്ന്, ഞാൻ ഈ ജനത്തിന് മധ്യത്തിൽ കാണുന്നത്, അങ്ങോട്ട് തിരിഞ്ഞെന്ന് ആരാധിക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നതായുള്ള ചേഷ്ടകൾ, അതൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ നിരക്കുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊന്നും ദൈവജനത്തിന് ചേർന്നതായുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം തന്നെ ഒരു ആരാധനയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പിന്നെ എങ്ങനെയാ എനിക്ക് ഈ ആരാധനയിൽ വരാൻ കഴിയുന്നത്? അച്ഛനെ ശാന്തമായിട്ട് കേട്ടതിന് ശേഷം ആ വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഞാൻ ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം ഒഴിച്ച് കയ്യിൽ തരാം. നിങ്ങൾ ഈ പള്ളിയുടെ വലം വെച്ച് ഈ വെള്ളവുമായിട്ട് പോയി വലം വെച്ച് അത് ഒരു തുള്ളി പോലും താഴെ പോകാതെ ഇവിടെ കൊണ്ടു തരുന്നതിനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾ വളരെയധികം ജാഗ്രതയുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ പറയാം. ഇത് കേട്ട വ്യക്തിക്ക് തന്നെ ചലഞ്ച് ചെയ്യുന്ന ഒന്നാണല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഏറ്റെടുത്ത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ നിറഞ്ഞ ഗ്ലാസ്സിലെ വെള്ളവുമായി വളരെ ശ്രദ്ധയോടുകൂടി പള്ളിക്ക് വലം വെച്ചതിന് ശേഷം അച്ഛനെ അടുത്തു എന്ന് പറഞ്ഞു,
വെൽ, ഐ ഡിഡ് ഇറ്റ്, ഐ കുഡ് മേക്ക് ഇറ്റ്. അത് കേട്ട അവസരത്തിൽ അച്ഛനെ ചോദിച്ചു, എന്നോട് പറഞ്ഞ 3 കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? നിങ്ങൾ ഈ ഒരു ഗ്ലാസ്സിലെ വെള്ളം ഒരു തുള്ളി പോലും താഴെ പോകാതെ വളരെ ശ്രദ്ധയോടുകൂടി ഈ പള്ളിക്ക് വലം വെച്ച അവസരത്തിൽ എത്ര പേരെ മൊബൈലിൽ കൂടെ സംസാരിക്കുന്നു എന്നത് കാണാനായിട്ടിടയായോ? പറഞ്ഞില്ല. രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം അതുപോലെ തന്നെ ചോദിക്കണ്ടേ, ഇതുവെല്ലാം കാണുന്നതിന് സാധിച്ചു? പറഞ്ഞില്ല. എന്താ? ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി മൈൻഡ് ഫോക്കസ് ചെയ്ത് ഇത് എന്നെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയാണ് എന്ന് മനസ്സിലാക്കി അത് പൂർത്തീകരിപ്പാൻ ഞാൻ ശ്രമിച്ച് മടങ്ങി വിജയാളിയായിട്ട് വന്നിരിക്കുന്ന അവസ്ഥയാണ്. അച്ഛൻ പറഞ്ഞു, ഒരു ഇടവകയിൽ ആരാധനയ്ക്ക് വരുന്ന അവസരത്തിൽ ദൈവം ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ്. മനസ്സ് ഫോക്കസ് ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ മാത്രമേ കാണാവൂ, ദൈവത്തെ മാത്രമേ അവസരത്തിൽ ചിന്തിക്കാവൂ, ദൈവികമായുള്ള കാര്യങ്ങൾ മാത്രമേ മനസ്സിലൂടെ കടന്നു പോകാവൂ. അങ്ങനെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവജനമായിട്ട് വളർന്നു വരുവാൻ ഇടയായിട്ട് തീരേണ്ടത് എന്നത് സൂചിപ്പിക്കുകയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ നിർജ്ജനമായുള്ള സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അത് നാം വായിക്കുന്നുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നതായുള്ള അവസരത്തിൽ ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അത് നമ്മൾ അറിയുന്നുണ്ട്. കുരിശിൽ കിടന്ന് മരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ, അതിവേദന സഹിച്ചതായിട്ടുള്ള അവസരത്തിൽ പിതാവേ എന്ന് പറഞ്ഞ് പിതാവിനോട് പല കാര്യങ്ങൾ പറയുന്നതായിട്ട് കർത്താവിനെ കാണുവാനായിട്ടിടയാവുന്നുണ്ട്. ദൈവമക്കളായി ദൈവസന്നിധിയിൽ വളർന്നു വരുവാൻ താല്പര്യപ്പെടുന്നതായുള്ള ഞാനും നിങ്ങളും നമ്മളുടെ മനസ്സ് ഏകാഗ്രമാക്കി അപ്രകാരം ദൈവസന്നിധിയിൽ വളർന്നു വരുവാൻ ഇടയായാൽ മാത്രമേ ദൈവികമായുള്ള ചിന്തകളും ദൈവികമായുള്ള ശുശ്രൂഷകളും ദൈവികമായുള്ള കാര്യങ്ങളും നമ്മിൽ കാണപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള വസ്തുതയാണ്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിഞ്ഞ് മനസ്സെ പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ചവിട്ടി തന്നെ നടക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. എന്നാൽ ഈ ലോകമായിരിക്കരുത് നമ്മളുടെ മോഡൽ. ഈ ലോകത്തിന്റെ മനുഷ്യരായിരിക്കുകയില്ല നമ്മെ നയിക്കേണ്ടതായിട്ടുള്ള ജീവിതത്തിന്റെ നായകത്വം വഹിക്കുന്നതായിട്ടുള്ള ആളുകൾ. പിന്നെയോ അത് ദൈവികമായുള്ള ചിന്തകളും ദൈവത്തിന്റെ നായകത്വമായിരിക്കണം എന്നത് പ്രത്യേകമായിട്ട് ഓർക്കാം. ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുമ്പോൾ ബി ഇൻക്ലൂസീവ്. ഞാൻ പറഞ്ഞു, നമ്മളെ ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നത് ടു ബി പീപ്പിൾ വിത്ത് ഗ്രേറ്റ് കൺവിക്ഷൻ. ആ ഗ്രേറ്റ് കൺവിക്ഷനിൽ ദൈവം സമശിഷ്ടങ്ങളെ ഒന്നിച്ച് ദൈവത്തിന് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു, മധ്യസ്ഥത അനുഷ്ഠിക്കുന്നതായുള്ള അവസ്ഥയുണ്ട്. അതാവശ്യമാണ്. ഒരു ആരാധനയിൽ പല ആളുകളെ ഉൾക്കൊള്ളിക്കുന്നതിനായിട്ട് നാം ശ്രമിക്കുന്നു. ലെസൺസ് വായിക്കുന്നതിനകത്ത്, അസിസ്റ്റ് ചെയ്യുന്നതിനായിട്ട്, സ്തോത്ര കാഴ്ചയെടുക്കുന്നതിനായിട്ട്, കിസ് ഓഫ് പീസിന്റെ കയ്യസ്വരുടെ അവസരത്തിൽ അതിനെ സഹായിക്കുന്നതിനായിട്ട്, അങ്ങനെയൊക്കെ എത്രയെത്ര ആൾക്കാരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്താണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. മാറി മാറി അത് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അത് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല, വലിയ കാര്യങ്ങളിലും ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരെ ചുമതല സ്ഥാനങ്ങൾ വരുവാൻ തക്കവണ്ണം അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതും പരിശീലിപ്പിക്കേണ്ടതും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് പലപ്പോഴും ഒരു ആശങ്കയാണ്, അങ്ങനെയൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തായി തീരും എന്നുള്ളതായുള്ള ചിന്തയാണ്. വേണ്ടിടത്തോളം ഒരു മതിപ്പ് ഒരുപക്ഷെ മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് കാണുകയില്ല. എന്നാൽ അതല്ല ആവശ്യം എന്നത് സൂചിപ്പിക്കുന്നതിനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ ഹാൻഡിക്യാപ്റ്റ് എന്ന് പറയുന്നതായുള്ള ഒരു കൂട്ടം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ വാക്ക് ഉപയോഗിക്കില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്നുള്ള വാക്കാണ്. ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്നുള്ള വാക്കാണ്. ടിഫാനി എന്ന് പറയുന്നതായുള്ള ഒരു വ്യക്തി ഒരു ബ്ലൈൻഡ് ഗേളാണ്. ഗേൾ എന്നൊക്കെ ബ്ലൈൻഡ് ലേഡിയാണ്. മോട്ടിവേഷണൽ ഗൈഡാണ്. അവൾ പഞ്ചാബിൽ ജനിച്ചതായിട്ടുള്ള ഒരു ആളാണ്.
അവളുടെ അമ്മ അവളുടെ 11ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു. അനേകരെ സ്നേഹിക്കുകയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത ഒരാളായിരുന്നു തൻ്റെ അമ്മ എന്നത് അവൾ തന്നെ സാക്ഷിക്കുന്നുണ്ട്. തൻ്റെ പിതാവ് മിലിറ്ററിയിലെ ഒരു ഓഫീസറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വിവിധ സ്ഥലങ്ങളിൽ ട്രാൻസ്ഫറായി ജോലിക്കൊക്കെ പോകേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. തൻ്റെ ഒരു അഡോളസന്റ് ഏജിലേക്ക് പ്രവേശിക്കുമ്പോൾ മാതാവ് മരിക്കുകയും ഒരു പെൺകുട്ടി വളർന്നു വരികയും ചെയ്യുന്ന അവസരത്തിൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവള് തൻ്റെ ജീവിതത്തിൽ പരാജിതയായി നിരാശയായി ഒക്കെ തീരുവാനായിട്ട് സാധ്യതയുണ്ട് എന്നത് തിരിച്ചറിഞ്ഞു. ബ്ലൈൻഡും കൂടിയാണല്ലോ, അന്ധയാണ്, കാണാനായിട്ടൊന്നും പാടില്ല. എന്നാൽ അവൾ പറയുന്നത് ഇപ്രകാരമാണ്: ആ അവസരത്തിൽ തൻ്റെ ജീവിതത്തിനുള്ളിൽ ഒരു ഇന്നർ വോയിസ് കേൾക്കുന്നതിനിടയായിട്ട് തോന്നുന്നു. ഇന്നർ വോയിസ് ടോൾഡ് ഹർ റിപ്പീറ്റഡ്ലി, ഡോണ്ട് ഗിവ് അപ്പ്, ഡോണ്ട് ഗിവ് അപ്പ്, ഡോണ്ട് ഗിവ് അപ്പ്. നിനക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും എന്നുള്ളതായിട്ടുള്ള ഒരു ചിന്ത ദൈവം ആ ഹൃദയത്തിൽ നൽകുകയുണ്ടായി. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുവാൻ, പരാജയപ്പെട്ടു പോകുവാൻ കഴിയുന്നതായുള്ള സാഹചര്യത്തിൽ അങ്ങനെ പോകാതെ ദൈവകൃപയിൽ മുതിർന്നു വരുവാൻ ഇടയായിട്ട് തീർന്നു. ഞാൻ പറഞ്ഞു, ജനിച്ചത് പഞ്ചാബിലാണ്. ആദ്യ പാഠങ്ങളൊക്കെ പഠിക്കുവാനായിട്ട് മാതാപിതാക്കളോട് ഒന്നിച്ച് ഇംഗ്ലണ്ടിൽ കുറച്ച് നാളെ താമസിച്ചതായിട്ടുള്ള ആളാണ്. പിന്നീട് ട്രാൻസ്ഫറായി അവർ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്ന് ഈ അന്ധയായിട്ടുള്ള പെൺകുട്ടി മലയാളം പഠിച്ചു. മലയാളത്തിൽ സംസാരിക്കുന്നതിനായിട്ടിടയായി തീർന്നു. മലയാളം മാത്രമല്ല അവള് പഠിച്ചത്, അവൾക്ക് കേൾക്കുവാനായിട്ട് കഴിവുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അവള് തമിഴ് പഠിച്ചു, നേപ്പാളി ഭാഷ പഠിച്ചു, ഹിന്ദി പഠിച്ചു. ഇംഗ്ലണ്ടിലായിരുന്നുകൊണ്ട് ഇംഗ്ലീഷും അറിയാം. വിവിധ ഭാഷകൾ കൈമുതലായിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഈ അന്ധയായിട്ടുള്ള ടിഫാനി എന്ന പേരോട് കൂടിയിട്ടുള്ള ആള്. അവൾ പറയുന്നു, തങ്ങളുടെ കുടുംബത്തിലൊരു അന്ധയായ കുട്ടി ജനിക്കുകയാണെങ്കിൽ ഒന്നുകിൽ മാതാപിതാക്കൾക്ക് സാമ്പത്തികമായുള്ള പരാധീനതകൾ കൊണ്ട് അങ്ങനെയുള്ളവരെ അവഗണിക്കും, ഇല്ലെങ്കിൽ സാമ്പത്തികമായ ഭദ്രത ഉള്ളവർ പോലും സമൂഹത്തിന് മുമ്പാകെ അവര് നാണക്കേട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അന്ധയായിട്ടുള്ള കുട്ടിയുടെ കാര്യം പുറത്ത് പറയാറില്ല. ഇതെല്ലാം ഈ തിഫാനി തന്നെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് അവൾ പറഞ്ഞു, ട്രീറ്റ് us as we wish to be treated. Treat us as you wish to be treated. നിങ്ങൾക്ക് ഒരു ദോശ കഴിക്കുന്നതിനായിട്ട് സാധിക്കും, ഞങ്ങൾക്കും ദോശ കഴിക്കുന്നതിനായിട്ട് സാധിക്കും. ഒരു പക്ഷേ ഒരല്പം വൈകി എന്ന് വന്നേക്കാം. നിങ്ങൾക്ക് കണ്ട് ദോശ കഴിക്കാം, എനിക്ക് വന്ന് അത് തൊട്ട് നോക്കി ദോശയാണെന്ന് മനസ്സിലാക്കി പിന്നെ കഴിക്കേണ്ടതായിട്ട് ഒരു ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ ഞങ്ങൾക്കും ദോശ കഴിക്കാം. അതുകൊണ്ട് ട്രീറ്റ് us as we wish to be treated എന്നത് അവൾ സമൂഹത്തോട് പറയുന്നതായിട്ടുള്ള ഒന്നാകുന്നു. അവളൊരു മോട്ടിവേഷണൽ ഗൈഡായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ അന്ധരായിട്ടുള്ള കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ടുവരികയും ട്രെയിൻ ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനം. വീട്ടിൽ പോയി കൗൺസിലിംഗ് നടത്തും, മാതാപിതാക്കൾക്കും കുഞ്ഞിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള കൗൺസിലിംഗ് നടത്തും. അത് കഴിഞ്ഞിട്ട് റെസിഡൻഷ്യൽ ഫെസിലിറ്റി നൽകി കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ പഠിപ്പിക്കും. ട്രെയിനിങ് കൊടുത്ത് ഈ വൈറ്റ് കെയിനുമായിട്ടൊക്കെ നടക്കേണ്ടതായിട്ടുള്ള രീതികൾ പഠിപ്പിക്കും. അങ്ങനെയൊക്കെ പഠിപ്പിച്ച് ഓരോരുത്തരെ ഓരോരോ നിലയിലാക്കിയതൊക്കെ സാക്ഷിക്കുന്നതായുള്ള ഒരു വ്യക്തിയാണ് ടിഫാനി എന്ന് പറയുന്നതായിട്ടുള്ള ഒരാൾ. ഞാനിപ്പോൾ പറഞ്ഞതായുള്ള ഈ കാര്യങ്ങൾ തന്നെ നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കുന്ന അവസരത്തിൽ മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കും. ഇതിൽ പലതും നമുക്കില്ല. നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ കഴിവ് ഈ ടിഫാനിയിൽ ഇപ്പോൾ തന്നെ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഹൂ ഈസ് ഹാൻഡിക്യാപ്ഡ്? ഒരാളെ കുറിച്ച് നമുക്ക് മതിപ്പില്ലാതെ വരുന്ന അവസരത്തിൽ നമ്മളുടെ മനസ്സിനോടെങ്കിലും നമുക്ക് പറയുന്നതിനായിട്ട് സാധിക്കണം, യു ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പേഴ്സൺ. ദൈവം എല്ലാ മനുഷ്യർക്കും വിവിധങ്ങളായിട്ടുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഒരേ കഴിവല്ല, പല കഴിവുകളാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളുണ്ട്. ഈ കഴിവുകൾക്കെല്ലാം അത് വികസിപ്പിച്ചെടുക്കുന്നതിനായിട്ടുള്ള സാധ്യത ദൈവം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അനുകൂല സാഹചര്യം
ദൈവം തമ്പുരാൻ നമുക്ക് നൽകും. സാധ്യതകൾ ദൈവം തമ്പുരാൻ നമുക്ക് നൽകും. കർത്താവ് തന്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ ചെയ്തത് അപ്രകാരം തന്നെയാണ്. എന്താണ് കർത്താവ് ചെയ്തത്? തൻ്റെ അടുത്ത് വന്നതായിട്ടുള്ള ആളുകളെ, അവരുടെയൊക്കെ സാധ്യതകളെ കർത്താവ് മനസ്സിലാക്കി ആ സാധ്യതകളിലേക്ക് അവരെ വളർത്തുകയാണ് ചെയ്തത്. അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് നൽകി, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നൽകി. അതനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്ത് വളർന്നു വരുവാനൊക്കെയാണ് കർത്താവ് ഇടയാക്കി തീർക്കുകയും ചെയ്തു. താൻ വിളിച്ചു വേർതിരിച്ച ശിഷ്യന്മാരുടെ സംഘത്തെ മാത്രം നാം നോക്കിയാൽ മതി ഇത് മനസ്സിലാക്കുന്നതിനായിട്ട് പ്രയാസമില്ല. അവരെല്ലാവരും തന്നെ പല രീതിയിൽ പ്രയാസമുള്ള ആളുകളായിരുന്നു. എന്നാൽ കർത്താവ് അവരെ സ്നേഹിക്കുകയും അവരെല്ലാം കൂടെ നിർത്തുകയും കൂടെ നിർത്തി വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്നത് കാണുന്നുണ്ട്. രണ്ടാമത്, ബി പീപ്പിൾ ഓഫ് ക്യാരക്ടർ. ഞാൻ പറഞ്ഞ പീപ്പിൾ ഓഫ് കൺവിക്ഷൻ, ടു പീപ്പിൾ ഓഫ് ക്യാരക്ടർ. യേശുക്രിസ്തു ഈ ശിഷ്യന്മാരെ വിളിച്ച് അയക്കുന്ന ഒരു ഭാഗമാണത് നമ്മൾ വായിച്ചത്. അവിടെ നാം വായിക്കുന്നുണ്ട്, യേശു അവരെ ഈരണ്ടീരണ്ടായിട്ട് അയച്ചു. പ്രാധാന്യം അറിയിക്കുന്നതാണ്. നമ്മൾ ആരും തന്നെ ഒറ്റയ്ക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായിട്ട് ആക്കിയിട്ടില്ല. എന്നെ കേൾക്കുന്ന ആളുകളെ ഇപ്പോൾ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം, എന്നെ തിരുമേനി ഒറ്റയ്ക്കാണല്ലോ. ശരിയാ, ഞാൻ ഒറ്റയ്ക്ക്. എന്നാൽ ദൈവജനത്തോടൊന്നിച്ച് മാത്രമാണ് എൻ്റെ സ്ഥാനം. ദൈവജനത്തോട് ചേർന്നാണ് ഒരു ബിഷപ്പിനെ കാണേണ്ടത്. ദൈവത്തിന്റെ സന്നിധിയിലും ദൈവജനത്തിന്റെ മധ്യത്തിലും ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതായിട്ടൊന്നാണ്. ഈ സഫർഗൻ മെത്രാപ്പൊലീത്ത ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ നിങ്ങളുടെ വീഡിയോയിൽ കൂടെ കാണിക്കുകയുണ്ടായി. നന്നായിട്ട് ചെയ്തു. എനിക്ക് അത് ക്രമീകരിച്ചവരെ അനുമോദിക്കുന്നു. നന്നായിട്ട് ചെയ്തു. അതിനായിട്ട് അന്നേരം മെത്രാപ്പൊലീത്ത തിരുമേനി പറയുന്നുണ്ട്, സഭ നിന്റെ മാതാവാണ്. കേട്ടോ എന്ന് എനിക്കറിയാനായിട്ട് പാടില്ല, ഞാൻ കേട്ടു. സഭ നിന്റെ മാതാവാണ്. അപ്പോൾ no one is an island. No one is called to be living single-handedly. മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്തും അവർ നമ്മളോട് റിലേറ്റ് ചെയ്യുന്നത് സ്വീകരിച്ചും ഒരുമിച്ച് ജീവിക്കുവാനായിട്ടുള്ള യു ആർ എ പേഴ്സൺ ഇൻ കമ്മ്യൂണിറ്റി. ഒരു സമൂഹത്തിലാണ് ഒരു വ്യക്തിയായിട്ട് ജീവിപ്പാണ്ട് ഇടയാവുന്നത്. ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ കയ്യിൽ ഒരു മോതിരം ഇട്ടിരിക്കുന്നത്. ഞങ്ങളാരും വിവാഹിതരല്ല, എന്നാൽ മോതിരം ഞങ്ങളുടെ കയ്യിലുണ്ട്. സാധാരണ മോതിരം കയ്യിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 4ാമത്തെ വിരലിലാണെങ്കിൽ ഉടനെ പറയും വിവാഹിതനാണ് അല്ലെങ്കിൽ വിവാഹിതയാണ് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള രീതി. ഡു യു നോ വെൻ ഐ ഗോട്ട് ദിസ് വൺ? എനിക്കിത് ലഭിച്ചതായി ഞാൻ മെത്രാച്ചനായതായിട്ടുള്ള അവസരത്തിലാണ്. യു ആർ വെഡഡ് ടു ദ ചർച്ച്. സഭയിലേക്ക് യു ആർ വെഡഡ്. അതുകൊണ്ടാണ് അതിന് മുമ്പാണ് സെലിബസിയുടെ ഓർത്തെടുക്കുന്നത്. അപ്രകാരമുള്ള ഒരു സ്ഥാനത്തേക്ക് പ്രവേശിക്കുവാണ്ടൊക്കെയാണ് റംബാനാക്കുന്നത്. റംബാനാക്കിയിട്ട് പിന്നീട് മെത്രാച്ചനായിട്ട് വാഴിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷയൊക്കെ നടക്കുന്നത്. യു ആർ നോട്ട് അലോൺ ആൻഡ് യു കനോട്ട് ലിവ് അലോൺ. യു ഹാവ് ടു ബി പാർട്ട് ഓഫ് ദി കമ്മ്യൂണിറ്റി. ഇന്ന് പലപ്പോഴും നമ്മളുടെ സഭയുടെ കാര്യങ്ങൾ അറിയുവാൻ ജനങ്ങളൊക്കെ താല്പര്യപ്പെട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ചോദിക്കുന്ന അവസരത്തിൽ പറയാറുണ്ട്, വലിയ മെത്രാപ്പൊലീത്തയെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ കൂടെ അറിയണം എന്ന് പറയുന്ന അവസരത്തിൽ അതിന്റെ പിന്നിലുള്ള ഒരു ചേതോവിഹാരം ഇതാണ്. such and such a person in such and such an position is our own. അത് ഞങ്ങളുടേതാണ്, ഞങ്ങളും അതിന്റെ ഭാഗവാക്കാണ്. മാതാപിതാക്കൾക്ക് പ്രയാസം ഉണ്ടാകുന്ന അവസരത്തിൽ മക്കൾ ആ വിവരം അറിയണമെന്ന് മക്കൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് സഭാജനങ്ങൾ സഭയുടെ കാര്യങ്ങൾ അറിയണം എന്ന് താല്പര്യപ്പെടുന്നത്. ഇത് വി ഷുഡ് അപ്ലൈ ടു അവർ പാരിഷ് ലെവൽ ഓൾസോ. അല്ലെങ്കിൽ പ്രാർത്ഥന കൂട്ടങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ദൈവം അവിടെ നൽകിയിരിക്കുന്നതായിട്ടുള്ള ഓരോരുത്തരെയും ദൈവം നൽകിയിരിക്കുന്നത് ഒരുമിച്ച് ജീവിക്കുവാനായിട്ടാണ്, പരസ്പര ധാരണയോടുകൂടി ജീവിക്കുവാനായിട്ടാണ്. മ്യൂച്വാലിറ്റി, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, standing shoulder to shoulder, always understanding that you are part of a group or a community. Be simple. കർത്താവോട് പറയുന്നുണ്ട്, നിങ്ങൾ വടിയല്ലാതെ മറ്റൊന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയും ഒന്നും എടുക്കരുത്, 2 വസ്ത്രം ധരിക്കരുത് എന്നതൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ബി സിമ്പിൾ എന്ന് പറയുകയാണ്. ഒരു നിയോഗ ശുശ്രൂഷയിലാണ് ആക്കിയിരിക്കുന്നത്. നിയോഗിതരായിട്ടുള്ള ആളുകൾ
അവരുടെ നിയോഗ ശുശ്രൂഷ നിറവേറ്റുവാൻ തക്കവണ്ണമുള്ള ലൈഫ് സ്റ്റൈലെ സ്വീകരിക്കാവുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനായിട്ട്. അതുപോലെ തന്നെ ബി കൺസിസ്റ്റന്റ്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ വിട്ടുപോകുവോളം അതിൽ തന്നെ പാർപ്പീൻ എന്ന് പറയുന്നുണ്ട്. പല വീടുകൾ തമ്മിൽ താരതമ്യപ്പെടുത്തേണ്ടതായുള്ള ആവശ്യകതയില്ല. അവിടെ ആയിരുന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കേണ്ട ആവശ്യകതയില്ല. ഒരു വീട്ടിൽ നിങ്ങളെ സ്വീകരിച്ചാൽ അതിൻ്റെ പരിമിതിക്കുള്ളിൽ ജീവിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുക എന്ന് പറയുകയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ UAE പാർക്കുന്ന നിങ്ങൾക്ക് UAE വരുന്നതായുള്ള ആളിനെ UAE പല പള്ളികളിലൊക്കെ പോയതിനു ശേഷം ഏത് പള്ളിയാണ് എടുക്കേണ്ടത് എന്നതൊക്കെ തിരഞ്ഞെടുക്കാം. ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ ട്രിവാൻഡ്രത്ത് കണ്ടിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെ ഡയസിസ് ബിഷപ്പായിരിക്കുന്ന അവസരത്തിൽ അവിടെ പല പള്ളികളുണ്ട്. ഒരാഴ്ച ഓരോ പള്ളിയിൽ പോയതിനു ശേഷം പിന്നെയാണ് തീരുമാനിക്കുന്നത് എവിടെയാണ് ഞാൻ മെമ്പർഷിപ്പ് എടുക്കേണ്ടത് എന്നത്. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം ദൈവത്തിന്റെ സ്ഥാനത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ക്രമീകരണങ്ങളാണ്. ഈ ക്രമീകരണങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം ബി പീപ്പിൾ ഓഫ് ക്യാരക്ടർ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ കൂടെ പറയുന്നുണ്ട്. 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, 1 Corinthians chapter 9 verse 27. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. I am disciplining myself. I am disciplining myself in front of other people. I should be an example. I should be a model. Therefore, my life is to be a disciplined life. A disciple can be a disciple only when that disciple is willing to fall into a disciplined life. അതുകൊണ്ട് നമ്മളോടൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. സത്യമാണോ ഞാൻ കേൾക്കാൻ താല്പര്യപ്പെടുന്നത്? ഇപ്പോഴും എത്രയോ ഫേക്ക് ന്യൂസ് ആണ് സമൂഹത്തിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് നമ്മളോട് ചോദിക്കാനുള്ളത്, ഞാൻ എന്തെങ്കിലും പറയുന്ന അവസരത്തിൽ സത്യമാണോ ഞാൻ പറയുന്നത്? കേട്ടിട്ടില്ലേ, സോഷ്യൽ മീഡിയയിൽ വരുന്നതായുള്ള വാർത്തകൾ ഫോർവേഡ് ചെയ്യരുത്. നിങ്ങൾക്കറിയത്തില്ല സത്യമാണോ കള്ളമാണോ. ആരോ ഒരാൾ നിങ്ങൾക്ക് തന്നതാണ്, അത് വ്യാജമായിരിക്കും. ഡോണ്ട് ഫോർവേഡ് എന്ന് പറയുന്നതിന് പിന്നിലുള്ള പ്രമാണം അതാണ്. നിങ്ങൾ വേറൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് സത്യമാണോ അല്ലയോ, സത്യമാണെന്ന് ബോധ്യമുള്ളതേ പറയുന്നതിനായിട്ട് ശ്രമിക്കാവുള്ളൂ. നിങ്ങൾ അറിയുന്നതായുള്ള കാര്യം സത്യമാണോ? നിങ്ങൾ ദൈവത്തോട് ബന്ധപ്പെടുത്തി സത്യത്തെ അറിയുവാനായിട്ട് ആണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് സത്യമാണോ കേൾക്കുന്നത്, സത്യമാണോ പറയുന്നത്, സത്യമാണോ അറിയുന്നത്, സത്യമാണോ ചിന്തിക്കുന്നത്, ഇതെല്ലാം തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒന്നാണ് എന്നത് ഞാൻ സൂചിപ്പിക്കട്ടെ. നമുക്ക് സത്യം ആണെന്ന് ബോധ്യമില്ലാത്തൊരു കാര്യങ്ങളും പ്രചരിപ്പിക്കാതിരിപ്പാൻ തക്കവണ്ണം, പറയാതിരിപ്പാൻ തക്കവണ്ണം, നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കാതിരിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടത് ആവശ്യമാണ്. ആരുടെയും മനസ്സിന്റെ ശാന്തിയെ കെടുത്തിക്കളയുവാനായിട്ട് നമ്മുടെ ഒരു രീതിയിലുള്ള പെരുമാറ്റങ്ങളും ഇടയാവരുത് എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. എൻ്റെ മനസ്സിൽ അനേക ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. 1-2 കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ നിർത്തുന്നതിനായിട്ട് ശ്രമിക്കാം. Be mindful of the needs of others. Be people of character. ആ വിഷയമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Be people of character. സ്വഭാവ ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് സ്വീകാര്യവും ആകർഷണീയവും മാതൃകാപരവുമായിരിക്കണം എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. രത്തൻ ടാറ്റ ഭാരതത്തിലെ ധനവാനായിട്ടുള്ള മനുഷ്യനാണല്ലോ. He went to Germany. അവിടെയുള്ള മലയാളികളുടെ ഇടയിൽ, അവിടെയുള്ള ഇന്ത്യക്കാരുടെ ഇടയിലേക്ക് അദ്ദേഹം ചെന്നു. അപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഒരു ലഞ്ചിന് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകുന്നതിനായിട്ട് താല്പര്യപ്പെട്ടു. അപ്പൊ ജർമ്മനിയിലെ റെസ്റ്റോറൻറ്റിൽ അവർ ഈ ഇന്ത്യയിലെ സ്വഭാവമാണ് ഈ ധാരാളിത്തം കാണിക്കാനായിട്ട് ശ്രമിക്കുക എന്നത്. രത്തൻ ടാറ്റ അത് ചെയ്തില്ല. എന്നാൽ കൊണ്ടുപോയതായിട്ടുള്ള ആളുകൾ അവിടെ ചെന്ന അവസരത്തിൽ വേണ്ടിയതിനേക്കാൾ കൂടുതൽ വിഭവങ്ങൾ ഓർഡർ ചെയ്തു. അവരെ കഴിക്കുന്നതിനായിട്ടൊക്കെ പരിശ്രമിച്ച് അതെല്ലാം ഇങ്ങനെ 1 by 1 ആയിട്ടൊക്കെ വന്ന് അവരുടെ മേശപ്പുറത്തെല്ലാം നിരത്തി വെച്ച് അവർ കഴിക്കുന്നതിനായിട്ടൊക്കെ ശ്രമിച്ചപ്പോൾ
അവർക്ക് മനസ്സിലായി എല്ലാം കഴിച്ചു തീർക്കുന്നതിനായിട്ട് കഴിയുകയില്ല. ഇത് കണ്ടുകൊണ്ട് തൊട്ടപ്പുറത്തുള്ളതായിട്ടുള്ള ഒരു ടേബിളിൽ 2-3 സ്ത്രീകൾ ഇരിപ്പുണ്ടായിരുന്നു. വൃദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. അവരിത് മനസ്സിലാക്കിയ അവസരത്തിൽ ഇവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഡോണ്ട് വേസ്റ്റ് ഫുഡ്, ഡോണ്ട് വേസ്റ്റ് ഫുഡ്. അപ്പോൾ ഈ കേട്ടതായെല്ലാം ഇന്ത്യക്കാരുടെ മനസ്സിന്റെ ഭാവം നമുക്ക് ഊഹിക്കാമല്ലോ. മൈൻഡ് യുവർ ഓൺ ബിസിനസ് പറഞ്ഞില്ല, അതായിരുന്നു അവരുടെ മനസ്സിന്റെ ഭാവം. അവർ ഭക്ഷണം പാഴാക്കി കളയും എന്നെ മനസ്സിലാക്കിയ അവസരത്തിൽ ആ സ്ത്രീകൾ അവിടെയുള്ള പോലീസുകാരെ വിളിച്ചു, കോപ്സിനെ വിളിച്ചു. കോപ്സ് 3 മിനിറ്റിനാവും തന്നെ അവിടെ എത്തി. അവരെത്തിയ അവസരത്തിൽ നിങ്ങളിങ്ങനെ ഭക്ഷണം പാഴാക്കുന്നത് ശരിയല്ല എന്നത് വിനയത്തോടുകൂടി ആദരവോടുകൂടി അവരോട് പറഞ്ഞു. രത്തൻ ടാറ്റ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരിൽ ഒരാൾ പറഞ്ഞു, ദിസ് ഈസ് അവർ മണി, വി ആർ വില്ലിംഗ് ടു പേ. പോലീസുകാരന് ഒന്നും തന്നെ മിണ്ടാതെ 50 യൂറോയുടെ ഒരു ബില്ല് എഴുതി കൈ കൊടുത്തു. ഈ ഫൈൻ അടച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതായുള്ള വാക്കുകൾ പ്രകാരമാണ്, വെൽ ദ മണി ബിലോങ്സ് ടു യു ബട്ട് ദ ഫുഡ് ബിലോങ്സ് ടു ഹ്യൂമാനിറ്റി. വെൽ ദ മണി ബിലോങ്സ് ടു യു ബട്ട് ദ ഫുഡ് ബിലോങ്സ് ടു ഹ്യൂമാനിറ്റി. പാഴാക്കരുത് പാഴാക്കരുത് എന്ന് പറയുന്ന എത്രയെത്രയോ കാര്യങ്ങളുണ്ട്. വെള്ളം പാഴാക്കരുത്, ഫുഡ് പാഴാക്കരുത്, ഇലക്ട്രിസിറ്റി പവർ പാഴാക്കരുത്, ഇനി എത്രയെത്രയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം പാഴാക്കി കളയുന്നതിനായിട്ട് ശ്രമിക്കുന്ന സ്വഭാവമല്ലേ ഡോമിനേറ്റ് ചെയ്യുന്നത്. എവിടെയാണ് വിനയം കാണിക്കാൻ കഴിയുന്നത്? എവിടെയാണ് മിതത്വം പാലിക്കുവാനായിട്ട് കഴിയുന്നത്? COVID-19 ഒരു അനുഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 50 പേരിൽ കൂടുതൽ ഒരു വിവാഹത്തിന് സംബന്ധിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് 500-1000 ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരുന്ന എല്ലാ ഫീസ്റ്റും അസ്തമിച്ചു. അതുകൊണ്ട് ഫുഡ് വേസ്റ്റും അസ്തമിച്ചു. മര്യാദയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇതുവല്ലോ നമ്മൾ ചെയ്യുമോ? മര്യാദയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ധാരാളിത്തം കാണിക്കരുത്, നിങ്ങൾ ഇങ്ങനെ ഫുഡ് പാഴാക്കരുത് എന്നതൊക്കെ പറഞ്ഞാൽ, ആവശ്യമില്ലാതെ പ്രതാപം കാണിക്കരുത്, ഇതൊക്കെ പറഞ്ഞാൽ ആര് കേൾക്കാനാ? ഇന്നെല്ലാം പോയില്ലേ? ഇന്നെല്ലാം ഇങ്ങനെയും ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്നതായുള്ള കാലഘട്ടത്തിലേക്ക് നാം വന്നില്ലേ? പ്രിയരെ, ദൈവത്തിന്റെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി പഠിക്കുന്നതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. നിങ്ങളുടെ വഴിക്ക് ഒരു വടിയല്ലാതെ ഒന്നും എടുക്കരുത്. പൊക്കണമോ മെഡിസിനിലോ അപ്പമോ ഒന്നും എടുക്കേണ്ട ആവശ്യകതയില്ല. നിങ്ങൾ ആകുലചിത്തരായി തീരേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. ആകാശത്തിലെ പറവുകളെ നോക്കുകയും വയലിലെ താമരയെ നോക്കുകയും, ഇതെല്ലാം കർത്താവ് പറഞ്ഞതായിട്ടുള്ള വാക്കുകളാണ്. എനിക്കുള്ളതിൽ പകുതി ഞാൻ ദരിദ്രന്മാർ കൊടുക്കുന്നു എന്ന് സക്കായി പറയുന്നതിനായിട്ട്, ആരോടെങ്കിലും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടക്ക് കൊടുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്നതായിട്ട് അവസരം സക്കായിയെ മനസ്സിലാക്കുന്ന കർത്താവ് മറുപടിയായിട്ട് പറയുന്നത്, ഇവൻ അബ്രഹാമിന്റെ മകനാണ്, വിശ്വാസിയുടെ പിതാവല്ലേ അബ്രഹാം. ഇനി വിശ്വാസത്തോടു കൂടിയാണ് ജീവിക്കേണ്ടത് എന്ന് സക്കായി മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് കർത്താവ് പറയുന്നത്, ഇന്ന് ഈ വീട്ടിന് രക്ഷയുണ്ടായി. ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ സ്ഥലത്തിൽ രക്ഷിക്കപ്പെട്ട ജനമായി ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിൽ ദൈവത്തിന്റെ സ്ഥലം നിൽക്കുവാനായിട്ട് ഒരുക്കപ്പെട്ട് യാത്ര ചെയ്യുന്നവരാണ് എന്നത് ഒരിക്കലും മറക്കരുത്. Be people of conviction, be people of character, be people of conviction, be people of character. എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. എനിക്കിന്ന് ഈ പ്രകാരം ഷാർജ മാർത്തമ്മ ഇടവകയിലെ ഇന്ന് സന്നിഹിതരായ നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് ലഭിച്ച ഈ കൂട്ടായ്മയ്ക്കായിട്ട് നന്ദി പറയുന്നു. ദൈവദിനം പങ്കിടുവാൻ കോണം ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഈ വാക്കുകളൊന്നും തന്നെ പാഴായി പോകാതെ നമ്മുടെ ജീവിതത്തെ കൂടുതലായിട്ട് ക്രമപ്പെടുത്തുന്നതിനായിട്ട്, ഒരു റിട്രീറ്റ് സംഭവിക്കുന്നതിനായി, റീട്രീറ്റ് ചെയ്യുന്നതിനായി ഇതെല്ലാം സഹായമായി തീരട്ടെ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഷാർജ മാർത്തമ്മ ഇടവയില്
2020-2021 കാലഘട്ടത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അതിന് ചുക്കാൻ പിടിക്കുന്നതായിട്ട് എല്ലാ ചുമതലക്കാരും ഏറ്റവും നന്നായി ബി പീപ്പിൾ ഓഫ് കൺവിക്ഷൻ, ബി പീപ്പിൾ ഓഫ് ക്യാരക്ടർ, ദൈവത്തിന്റെ പ്രസാദകരമായിട്ടുള്ള ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് മനോജ് എബ്രഹാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് സഫർഗൻ മെത്രാപ്പോലിത്ത, ബഹുമാനപ്പെട്ട CBT മാത്യു അച്ഛൻ, ജോബി തോമസ് ഷാമുവേൽ അച്ഛൻ, സജേഷ് മാത്യു അച്ഛൻ, ഈ ലീഡേഴ്സ് റിട്രീറ്റിൽ പങ്കെടുക്കുന്ന 2020-21 സാമ്പത്തിക വർഷത്തെ പ്രതിനിധികളെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം കൃതജ്ഞത അറിയിക്കുക എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് കടന്നുകൊള്ളട്ടെ. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സഫർഗൻ മെത്രാപ്പോലിത്തയായി നിയോഗിതനായി ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തി നമ്മുടെ മീറ്റിങ്ങിന് അനുഗ്രഹമായ മെസ്സേജ് തന്ന അഭിവന്ദ്യ തിരുമേനി ക്രിസ്തീയ ധർമ്മം എന്തൊക്കെയെന്ന്, ക്രിസ്തീയ സാക്ഷ്യം എന്തൊക്കെയെന്ന് തന്റെ അനുഗ്രഹമായ പ്രഭാഷണത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി. We should be accountable to God as well as we should be accountable to people. We are called to be people of great conviction. People matter, not structure matter. അതുപോലെ എപ്രകാരമായിരിക്കണം ഒരു ദൈവ പൈതലിന് വേണ്ട ഗുണങ്ങൾ? സ്വഭാവശ്രേഷ്ഠമുള്ളവരായി പ്രവർത്തിക്കുക, സത്യസന്ധമുള്ളവരായിരിക്കുക, വിശ്വസ്തതയുള്ളവർ ആയിരിക്കുക. We should be disciplined people. We should be model and we should be example for others. നമ്മുടെ ഈ മീറ്റിംഗ് ധന്യമാക്കിയ അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് സഫർഗൻ മെത്രാപ്പോലിത്ത തിരുമേനിയോട് ഷാർജ മാർത്തോമ ഇടവകയുടെയും അച്ഛന്മാരുടെയും 2020-21 സാമ്പത്തിക വർഷത്തെ എല്ലാ പ്രതിനിധികളുടെയും പേരിലുള്ള കൃതജ്ഞത വളരെ വിനയപൂർവ്വം അറിയിക്കുന്നു. മനുഷ്യൻ തന്റെ പ്രതിസന്ധിയിൽ അഭയം തേടുന്ന സ്ഥലമാണ് സഭ. അതെ, ഈ മഹാവാദ്യയുടെ ഘട്ടത്തിലും ഷാർജ മാർത്തോമ ഇടവകയുടെ ഓരോ കുടുംബങ്ങളുടെയും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അവരോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ ഇടവക വികാരി, ഇന്നത്തെ അധ്യക്ഷത പദം അലങ്കരിക്കുന്ന CBT മാത്യൂസ് അച്ഛനോടുള്ള കൃതജ്ഞത ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വികാരി അച്ഛനോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ സഹവികാരി ജോബി തോമസ് ഷാമുവേൽ അച്ഛനോടുള്ള നമ്മുടെ എല്ലാവരുടെയും കൃതജ്ഞത ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും ഇടയിൽ സേവനം അനുഷ്ഠിക്കുന്ന സജേഷ് മാത്യു അച്ഛനോടുള്ള നന്ദി, നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് 2020 സാമ്പത്തിക വർഷത്തെ ഓഫീസ് ബെയറേഴ്സ്, കൈസ്ഥാന സമിതി അംഗങ്ങൾ, ഇടവക ഭാരവാഹികൾ, പ്രയർ ഗ്രൂപ്പ് ഓഫീഷ്യൽസ് എന്നിവരോടുള്ള കൃതജ്ഞതയും ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഈ സമയം, ഇന്നത്തെ ദിവസം വളരെ മാധുര്യമാർന്ന ഗാനം ആലപിച്ച് നമ്മളെ സഹായിച്ച ഷാർജ മാർത്തോമ ഇടവകയുടെ കൊയറിനോടും അത് ചിട്ടപ്പെടുത്തിയ മിസ്റ്റർ ജേക്കബ് മാണി, മിസ്റ്റർ വിനയ് തോമസ് വർഗീസ്, മിസ്റ്റർ ജെറിൻ ഈശോഫിലും, അതുപോലെ വീഡിയോ പ്രസന്റേഷനിൽ നമ്മളെ സഹായിച്ച മിസ്റ്റർ ക്രിസ്റ്റീൻ സുരേഷ്, മിസ്സസ് പ്രിയ ബിനു എന്നിവരോടുള്ള നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. വളരെ അനുഗ്രഹീതമായി ഈ വർഷത്തെ റിട്രീറ്റ് നടത്തപ്പെടുന്നതിന് ദൈവം അവസരം നൽകി. ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ വചനത്തിനായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് സഫർഗൻ മെത്രാപ്പോലിത്ത തിരുമേനിയോടുള്ള നന്ദി ഒരിക്കൽ കൂടി സവിനയം അർപ്പിക്കട്ടെ. ഇന്ന് സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുവല്ലോ. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, പലരും ഈ ദിവസങ്ങളിലൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിവരമാകുന്നു, നമ്മുടെ ദേവാലയം തുറക്കുന്നതിന് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടാകുന്നോ എന്നുള്ളത്. എന്നാൽ ഇതുവരെയും നമുക്ക് റൂളേഴ്സ് ഓഫീസിൽ നിന്ന് അത്തരത്തിലുള്ള യാതൊരു വിധമായ സാഹചര്യങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസും നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്നാൽ അത് അധികം താമസിക്കാതെ ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് നാം കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക. മറ്റ് ഇതര എമിറേറ്റ്സിലൊക്കെ അതിനുള്ള പ്രാരംഭ നടപടികളൊക്കെ
നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കും അധികം വൈകാതെ തന്നെ അതിനുള്ള ഒരു അവസരം ലഭിക്കും എന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ഓഫീസ് എല്ലാ ദിവസങ്ങളിലും വളരെ ഭംഗിയായി വൈകുന്നേരങ്ങളിൽ നടത്തപ്പെടുന്നതിനായി പ്രത്യേകം ഓഫീസ് ബേഴ്സ് ശ്രമിക്കുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെ ഓഫീസ് ബേഴ്സ് നമ്മുടെ ഇടവക ഓഫീസിൽ വരികയും ഇടവകയുടെ കാര്യങ്ങൾക്ക് ആവശ്യമായ നേതൃത്വങ്ങൾ നൽകുകയും ആലോചന നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നടത്തപ്പെട്ട നമ്മുടെ ഏരിയ പ്രെയർ മീറ്റിങ്ങുകളിലും മറ്റ് മീറ്റിങ്ങുകളിലും ഒക്കെ പലരും ചോദിച്ചതിന്റെ വെളിച്ചത്തിൽ നമ്മൾ അവർക്ക് നൽകിയിരുന്ന ഒരു അറിയിപ്പ് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് സബ്സ്ക്രിപ്ഷൻസ്, നമ്മുടെ ഓഫർ ട്രീ, വെഡിങ് താങ്ക്സ് ഗിവിംഗ് കവർ, ബർത്ത്ഡേ താങ്ക്സ് ഗിവിംഗ് കവർ, സബ്സ്ക്രിപ്ഷൻ, ഇതെല്ലാം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്. അതെ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. പ്രത്യേകിച്ച് ഡേ ടൈമിലൊക്കെ ഓഫീസിൽ പോകുന്നവരൊക്കെ വരുന്ന പക്ഷം ഇവിടെ കെയർടേക്കേഴ്സ് ഉണ്ട്. അവരുടെ കയ്യിൽ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ജോബി അച്ഛനോ ഞാനോ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ കൈകളിലോ ഇത് നിങ്ങൾക്ക് ഒരു കവറിലിട്ട് നൽകാം. ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന നിങ്ങളുടെ സംഘടനകളിലും നിങ്ങളുടെ ഏരിയ പ്രെയറിലും അതാത് കൈസ്ഥാന സമിതി മെമ്പേഴ്സ് അതാത് ഏരിയയിലും ഉള്ള ഏരിയ പ്രെയർ മീറ്റിങ്ങുകളിലും മറ്റും ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യണം. എല്ലാ ദിവസങ്ങളും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥതയോടുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ ഇടവക സാധാരണ ഒരു ഇയർപ്പാനൊക്കെ തയ്യാർ ചെയ്താണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു റിട്രീറ്റ് ക്രമീകരിക്കുന്നത്. എന്നാൽ ഈ വർഷത്തെ നമ്മുടെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുൻപോട്ട് പ്ലാൻ ചെയ്ത് ഇന്ന് പ്രസന്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ മുൻപോട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അഭിവന്യ തിരുമേനിമാരുടെ ആലോചനയോടുകൂടി നിർദ്ദേശങ്ങളോടുകൂടി തീർച്ചയായിട്ടും മുൻപോട്ട് നടത്തുന്നതിന് നമ്മൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പരസ്പരമുള്ള സഹകരണവും സ്നേഹവും കരുതലും ഈ നാളുകളിൽ ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട സജീഷ് മാത്യു അച്ഛൻ സമാപന പ്രാർത്ഥന നിർവഹിക്കുകയും അഭിവന്യ സഫ്രൻ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ആശീർവാദത്തോടുകൂടി നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പുതിയ സാമ്പത്തിക വർഷത്തിൽ പ്രകാരം ഒരു ലീഡേഴ്സ് റിട്രീറ്റ് ക്രമീകരിക്കപ്പെടുവാൻ ദൈവം സഹായിച്ചുവല്ലോ. ഒരു കോവിഡാനന്തര കാലത്തിൽ എങ്ങനെ സംഗതമായ ശുശ്രൂഷ സാധ്യമാകുമെന്ന് അഭിവന്യ ഗീവറീസ് മാർ തിയോഡോഷ്യസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനിയിലൂടെ അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ ഞങ്ങൾക്ക് കേൾക്കുന്നതിനും അനുഗ്രഹിക്കപ്പെടുന്നതിനും ദൈവം ഇടയാക്കി. ക്രിസ്തീയ ധർമ്മം എന്താകുന്നുവെന്നും സാക്ഷ്യം എന്താകുന്നുവെന്നും ഈ കാലങ്ങളിൽ എങ്ങനെ സ്വഭാവ ശ്രേഷ്ഠതയോടുകൂടെ സാക്ഷ്യത്തോടുകൂടെ നിശ്ചയദാർഢ്യത്തോടുകൂടെ യാതൊരു കളങ്കവുമില്ലാതെ ശുശ്രൂഷകൾ നിർവഹിക്കണമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനാണ് സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ചതായ നിയോഗങ്ങൾ നീ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഏറ്റവും ഫലകരമായി ചെയ്യുവാൻ ദൈവം. പ്രത്യേകിച്ച് അഭിവന്യ തിരുമേനിയുടെ സാന്നിധ്യത്തിനായി നേതൃത്വത്തിനായി സ്തോത്രം ചെയ്യും. മാർത്തോമാ സഭയ്ക്ക് ഈ കാലങ്ങളിൽ അനുഗ്രഹകരമായ നേതൃത്വം നൽകുവാൻ അഭിവന്യ തിരുമേനിയുടെ ഈ വലിയ നിയോഗത്തിലൂടെ സഭയ്ക്ക് സമൂഹത്തിന് അനുഗ്രഹങ്ങളായി തീരുവാൻ ദൈവമേ ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിവന്യ തിരുമേനിയുടെ നേതൃത്വവും കഴിവുകളും ജീവിതവും സാക്ഷ്യവും എല്ലാം എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണം. ഞങ്ങളുടെ ആയിരിക്കുവാനുള്ള എല്ലാ മുഖാന്തരങ്ങളെയും ദൈവം ഒരുക്കി ഇന്നത്തെ മീറ്റിംഗിൽ ആദ്യോടന്തം ദൈവ സാന്നിധ്യം കൊണ്ട് നിറച്ചതിനാൽ സ്തോത്രം. ഇടവേളയുടെ തുടർന്നുള്ള ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പുതിയ സാമ്പത്തിക വർഷം ഏറ്റവും അനുഗ്രഹകരമായി പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കും. പ്രിയപ്പെട്ട CBHനെയും ജോബിച്ചിനെയും ശുശ്രൂഷകളെയും പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വർഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് നിന്നോട് ചേർന്ന് ദൈവരാജ്യ പ്രഘോഷണത്തിൽ അനുഗ്രഹകരമായി മുൻപോട്ട് പോകാൻ ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗം, സഹവാസം പ്രിയരെ നമ്മുടെ എല്ലാവരോടും കൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. തിരുമേനി, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു തിരുമേനി. താങ്ക് യു. തിരുമേനി, താങ്ക് യു തിരുമേനി. സജഷൻ. താങ്ക് യു.
ഓക്കെ, എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ.